സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പുസ്തകം ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. അതിലെ സ്തോത്രം, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദാനിയേലിന്റെ പുസ്തകത്തിലെ തീവ്രമായിരുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ഒരു 3 പോരാട്ടങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ പഠിക്കാൻ കഴിയും. 3 പോരാട്ടങ്ങളെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 തീവ്രമായ 3 പോരാട്ടങ്ങളെ കുറിച്ച് നമുക്കവിടെ പഠിക്കാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരുന്നാൽ പരിശുദ്ധ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിക്കുകയും ദൈവം നമുക്ക് ഒരു വിടുതൽ നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പം ശ്രദ്ധിക്കണമേ, വിഷയം മറക്കരുത്. ഹല്ലേലൂയ. തീവ്രമാകുന്ന 3 വിധ പോരാട്ടങ്ങൾ, ത്രിവിധ പോരാട്ടങ്ങൾ എന്നാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് കൈമാറുന്ന സബ്ജക്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലെ 3 വിധ പോരാട്ടങ്ങൾ. സ്തോത്രം. അങ്ങനെ ചിന്തിച്ചാൽ മതി, ഇനി കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിലെ 3 വിധ പോരാട്ടങ്ങൾ, അതിനെ കുറിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം വിശുദ്ധ ബൈബിളിലെ 27ാമത്തെ പുസ്തകമാണ്. 12 അധ്യായങ്ങളുണ്ട്, 357 വാക്യങ്ങളുണ്ട്. സ്തോത്രം. 27ാമത്തെ പുസ്തകമാണ്, 12 അധ്യായങ്ങളുണ്ട്, 357 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ഹല്ലേലൂയ. ചരിത്രകാരന്മാര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ കീയാണ് ദാനിയേൽ പ്രവചനം. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകത്തിന്റെ താക്കോലാണ് ദാനിയേൽ പ്രവചനം എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. ഈ കീ ഉണ്ടെങ്കിൽ, ദാനിയേൽ പുസ്തകം, പ്രവചന പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം തുറന്നു പഠിക്കാൻ എളുപ്പമാണ് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. കറ തീർന്ന ഒരു നീതിമാനാണ് ദാനിയേൽ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കറ തീർന്ന ഒരു നീതിമാൻ. സ്തോത്രം. ദാനിയേൽ. ഹല്ലേലൂയ. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം, ഹല്ലേലൂയ, ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവമെന്റെ ന്യായാധിപതി എന്നാണ്. സ്തോത്രം. എന്താണ് അർത്ഥം? ദൈവമെന്റെ ന്യായാധിപതി. ഹല്ലേലൂയ. അതാണ് ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, ദൈവിക പ്രവചനത്തിന്റെ താക്കോൽ, ഹല്ലേലൂയ, എന്നീ ഭാഗത്തെ പറയുന്നുണ്ട്. മറ നീക്കി ദൈവം വെളിപ്പെടുത്തിയ പ്രവചന ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷതകൾ ഇതിനുണ്ട്. അതിലൊക്കെ ഞാൻ വേഗത്തിൽ വരികയാണ്. സ്തോത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഏറ്റവും എനിക്ക് സന്തോഷപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്യനാട്ടിലായിരുന്നിട്ടും ദൈവത്തിന്റെ പ്രമാണത്തെ അവർ മറന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഈ ദാനിയേൽ ഈ പുസ്തകം എഴുതുമ്പോൾ നമുക്കറിയാം, പ്രവാസ ജീവിതത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം എഴുതുന്നത്. പ്രവാസ ജീവിതത്തിലെ അനുഭവമാണ് ഈ പറയുന്നത്. ബാബിലോണിയ അനുഭവത്തെയാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അന്യനാട്ടിലായിരുന്നപ്പോഴും ദൈവത്തിന്റെ പ്രമാണം മറന്ന് അവര് ജീവിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എവിടെയായിരുന്നാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വിട്ട് ദൈവമക്കൾ ജീവിക്കാൻ പാടില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. ഞാനത് അടുത്ത വിഷയങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ദാനിയേലിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതിൽ നിന്ന് 3 വിധ പോരാട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 3 വിധ പോരാട്ടങ്ങൾ. ആ 3 വിധ വിഷയങ്ങൾ ഇന്ന് പകൽ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു വിടുതൽ നടക്കണം. നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ, അമ്മേ, നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വചനത്താൽ പരിശുദ്ധയാത്മാവ്
അത് നിർവഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് വേഗത്തിൽ വരാം. ഹല്ലേലൂയ. 3 വിധ പോരാട്ടങ്ങൾ. ഹല്ലേലൂയ. ആ 3 വിധ പോരാട്ടങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്നാമത്തെ പോരാട്ടം, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് ആ പോരാട്ടം എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ പോരാട്ടമാണ് വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്റെ ഭക്തന്മാർക്കെതിരെ ശത്രുവാകുന്നവൻ കൊണ്ടുവന്ന ഒന്നാമത്തെ പോരാട്ടം, 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യശകലങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടം. വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചാട്ടെ. 1-8 മുതൽ ഒന്ന് വായിച്ചാട്ടെ. വായിക്കാൻ പറ്റുമോ? എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? 8-ാം വാക്യമായി ഞാൻ വായിച്ചത്, 8-9 ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ പറയുന്നു, ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിനാ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയായ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് ഷണ്ണൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ 8-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് തനിക്കെതിരെ വരുന്ന പോരാട്ടങ്ങൾക്കെതിരെ മറുപടി കൊടുക്കുകയാണ് ദാനിയേല്. ദാനിയേല് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാകുകയില്ല. ആമേൻ, ആമേൻ, ആമേൻ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ ഇല്ലാതാക്കുന്നതുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുമായിട്ട് ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവാസ ജീവിതത്തിലേക്ക് അകപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം ദാനിയേലിനൊക്കെ വന്നപ്പോൾ, ഹല്ലേലൂയ, ഒന്നാമത് അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട 1-ാം അധ്യായത്തിൽ അതാ വായിക്കുന്നേ, അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട ഒന്നാമത്തെ പോരാട്ടം എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധിയെ ഇല്ലാതാക്കാനായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി പറയുന്നത്? എത്ര പേർക്ക് മനസ്സിലായി പറയുന്നത്? അവരുടെ വിശുദ്ധ ജീവിതത്തെ എങ്ങനെയും തകർത്തു കളയണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് പൈശാചിക മേഖല വെളിപ്പെട്ടു നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കാര്യം എന്നാന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്തുകൊണ്ടാണ് ദാനിയേൽ എതിർത്തതെന്നറിയാമോ? എന്തുകൊണ്ടാണ് അവരാ ഭോജനയാഗം കഴിക്കാതിരുന്നെന്നറിയാമോ? ഞാൻ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തത്. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. സ്തോത്രം. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ അവരുടെ അകത്ത് പ്രമാണമുണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി? അല്ലെങ്കിൽ രാജാവ് നിരത്തി വെച്ചിരിക്കുന്ന രാജകീയ ഭോജനം കഴിക്കാൻ ഒരു മനുഷ്യനും മടി കാണിക്കത്തില്ല. ആമേൻ. കാരണം ആ ടേബിളിൽ ഇരിക്കുന്നത് ഏറ്റവും നല്ല ആഹാരം തന്നെയാണ്. ഈ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഫുഡ് തന്നെയാണ്. എന്നാൽ ഹല്ലേലൂയ അകത്ത് പ്രമാണം ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാര് പറയുന്നു, ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ലെന്ന് പറയാനുള്ള കാരണം ഞങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പ്രമാണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണം ആരുടെ അകത്തളങ്ങളിലുണ്ടോ
അവര് വിശുദ്ധിക്കെതിരെ വരുന്നതുമായിട്ട് ഒരു ബന്ധവും പുലർത്താൻ പോകത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അവനെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ദാനിയേലിനോട് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവാചകൻ അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഒരു പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പോട്ടെ, അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. എന്നാ നിങ്ങൾ മിണ്ടാത്തെ? ഇല്ല, ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. മോനെ അങ്ങനെ ചെയ്യല്, ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ആ സമയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യം അവിടെ ഉണ്ട്, അവന്റെ ഹൃദയത്തിൽ വചനമുണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ അകത്ത് വസിക്കുന്നവനോട് പ്രത്യേകം ഉപദേശിക്കേണ്ട കാര്യമില്ല. മോനെ മോളെ, നീ ഇങ്ങനെ ജീവിക്കണം, ഈ രീതിയിൽ പോകണം, ഇങ്ങനെ ജീവിച്ചാലേ ശരിയാകത്തുള്ളെന്ന് ഉപദേശിക്കേണ്ട കാര്യമില്ല. അകത്ത് വചനമുള്ളവർ ദൈവവചനം വിട്ട് ജീവിക്കത്തില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആരും ഉപദേശിച്ചതല്ല, ആരും അവർക്ക് അറിവ് പറഞ്ഞു കൊടുത്തതല്ല. മറിച്ച് അവരുടെ സ്വന്തം ദേശത്തവരായിരുന്നപ്പോൾ, അവരുടെ ചെറുപ്രായം മുതലേ, അവർ ജനിച്ച നാള് മുതലേ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിച്ചു. അതുകൊണ്ടാ സദൃശവാക്യത്തിൽ ശലോമോൻ പറഞ്ഞത്, ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. നമ്മൾ നേരെ തിരിച്ചല്ലേ? ബാലനാവുമ്പോ അഭ്യസിപ്പിക്കത്തില്ല, വൃദ്ധനാവുമ്പോ അഭ്യസിപ്പിക്കാൻ നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ ശരിയാകാനാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അപ്പച്ചൻ അങ്ങോട്ട് പോകും. സ്തോത്രം, ഹല്ലേലൂയ. ബാലം നടക്കേണ്ടുന്ന വഴിയിൽ ചെറുപ്പകാലം മുതലേ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കളോട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയാ, ആ കുഞ്ഞിനെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. ആ തലമുറയെ ഓർത്ത് നീ കരയേണ്ടി വരത്തില്ല. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നിന്റെ തല താഴത്തില്ലെന്ന്. സ്തോത്രം, അല്ലെങ്കിൽ എവിടെ പോയാലും ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിലുണ്ട്. എവിടെ പോയാലും ദൈവത്തിന്റെ പ്രമാണം അവരുടെ ഉള്ളിലുണ്ട്. ഞാൻ പറയാം, ഒരു +2 ജീവിത കാലഘട്ടം വരെ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ കൂടെ കാണത്തുള്ളൂ. +2 ജീവിതം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പലരും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അനുഭവത്തിലേക്ക് മാറും. അവരുടെ മുൻപോട്ടുള്ള ക്ലാസ്സുകൾ, പഠനം, ഭാവി, ജോലി ഇതൊക്കെ സംബന്ധിച്ച് മാതാപിതാക്കളെയൊക്കെ വിട്ടെന്ത് ചെയ്തും മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ചെറുപ്പകാലം മുതലേ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ കൊടുത്ത് ഹല്ലേലൂയ വളർത്തിക്കൊണ്ടുവന്ന അപ്പനമ്മമാരോട് ഞാൻ ആത്മാവിൽ പറയാം, ആ തലമുറയോർത്തും നീ കരയത്തില്ല, ആ തലമുറയോർത്തും നീ വിലപിക്കേണ്ടി വരത്തില്ല. കാരണം നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ വചനമകത്തുണ്ടോ, നിന്റെ തലമുറ എവിടെ ചെന്നാലും ആ ദൈവവചനം വിട്ട് ജീവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസഭകളിൽ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പഠന ക്ലാസ് ഒക്കെ വെക്കുന്നത്. സൺഡേ സ്കൂൾ, കുഞ്ഞുങ്ങൾ ചെറുപ്രായം മുതലേ ദൈവവചനം പഠിക്കണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ പ്രമാണം അകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് അവര് പറഞ്ഞത്, തന്നെത്താൻ ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇനിയും രാജാവ് വെച്ചിരിക്കുന്ന രാജകീയ ഭോജനത്തിന്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 2 വിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കാണും. 2 വിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കാം ദാനിയേൽ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല എന്ന് പറയാൻ കാരണം. എന്റെ ഒരു കാഴ്ചപ്പാടാ ഞാൻ പറയുന്നു. സ്തോത്രം. 2 വിധ ഭക്ഷണങ്ങൾ കാണാം. ഒന്ന്, സ്തോത്രം, മാംസരക്തം അടങ്ങിയ ഭക്ഷണം കാണാം. മാംസരക്തം അടങ്ങിയ ഭക്ഷണം കാണാം. 2, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാം? കാണാം. ഇത് 2 കാണാം. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, മാംസരക്തം അടങ്ങിയ ഭക്ഷണം കാണാം. 2, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച എന്താ ഭക്ഷണങ്ങൾ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച ഭക്ഷണങ്ങൾ എവിടെ കൊണ്ടുവന്ന് കാണാം?
ഈ രാജകീയ ഭോജനത്തിൽ കാണാം. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രമാണം എന്താ പറയുന്നത്? ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 3:17 ഒന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ലേവ്യ 3:17. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. മനസ്സിലാകുന്നുണ്ട്? തിന്നരുത്. ഹല്ലേലൂയ. 7:26 നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിന്റെയും രക്തം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത് എന്നെന്ത് ചെയ്തിരിക്കുക? ദൈവത്തിന്റെ പ്രമാണം പറഞ്ഞിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് വായിപ്പിക്കുന്ന കേട്ടോ. 19:26 എന്താ പറയുന്നേ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 7:26 ഹല്ലേലൂയ. അതാ നമ്മൾ വായിച്ചത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, പ്രമാണം വ്യക്തമായിട്ട് പറയുന്നു, ഒന്നിന്റെയും രക്തമടങ്ങിയിരിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇതിനെ ഒന്നും എന്ത് ചെയ്യരുത്? നിങ്ങൾ ഭക്ഷിക്കരുത്. ഇത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ഇതകത്തുള്ള ദാനിയേലൊക്കെ ഭക്ഷിക്കൂ. ഇതകത്തുള്ള ദാനിയേലൊക്കെ ഭക്ഷിക്കൂ? ഭക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇനിയും രണ്ടാമത് ഞാൻ പറഞ്ഞത് വിഗ്രഹാർപ്പിതമാകുന്നതാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 34-ന്റെ 15-ാമത്തെ വാക്യത്തിൽ ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി എന്ന് വെച്ചാൽ ജാതീയരോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ ഇസ്രായേലിനോട് പറയാ, നിന്നെ വിളിക്കും. വിളിക്കുന്ന സമയത്ത് നീ ചെന്ന് അവരുടെ ബലികൾ തിന്നരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? തിന്നരുത് അർത്ഥം. ഹല്ലേലൂയ. അന്യ ദൈവങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെട്ട ബലിയർപ്പണങ്ങൾ നീ തിന്നരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്ത് ചെയ്യരുത്? തിന്നരുത് എന്ന് പ്രമാണം ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം എടുത്തേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 20-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10:20. 1 കൊരിന്ത്യർ 10:20. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? അവിടെ എന്താ പറയുന്നത്? ഹല്ലേലൂയ. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലാകുന്നുണ്ടോ? ജാതികൾ ബലി കഴിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ദൈവത്തിന് വേണ്ടിയിട്ടാണോ? പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? ഭൂതത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ അത് കഴിച്ച സ്തോത്രം, നീ ആരുടെ മേശയെന്നാ കഴിക്കുന്നേ? ഭൂതത്തിന്റെ. പിന്നെ അതിനെ ഇറക്കാൻ മിണ്ടുന്നില്ലല്ലോ. അതിനെ ഇറക്കാൻ പിന്നെ കൃപയുള്ള ആരേലും വരണം. നിനക്ക് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് ഭൂതത്തെ കയറ്റിയാൽ മതിയല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ അതിനെ ഇറക്കാൻ കൃപയുള്ള പാസ്റ്റർമാർ എന്ത് ചെയ്യണം? ദൈവദാസന്മാർ വരണം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവവചനം വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ.
ജാതികൾ ബലിയർപ്പി, നിങ്ങൾ ശ്രദ്ധിച്ച, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല. പൗലോസ് തീർത്തു പറയുന്നു, അവർ കഴിക്കുന്നത് ജീവനുള്ള ദൈവത്തിനല്ല, മറിച്ച് ആർക്കാ? ഭൂതങ്ങൾക്കാ. അതിപ്പം കാണുമ്പോൾ പറയാലോ അല്ലെ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഈ രാജസിസ്റ്ററൊക്കെ ഹിന്ദുവിൽ നിന്ന് അദ്ദേഹം വന്ന ആളാണ്. സ്തോത്രം, അദ്ദേഹത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവങ്ങളാണെന്നാണ് പേര്, പക്ഷെ കണ്ടാൽ എന്താ? കണ്ട ഒരു ഭൂതം പോലെ തോന്നും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കഴിക്കുന്ന ആർക്കാ? ഭൂതങ്ങൾക്കാ കഴിക്കുന്നത്. ഇതിന്റെ മേശയിങ്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഭക്ഷിക്കരുത്, നിങ്ങൾ അതിന്റെ ഓഹരിക്കാരാകരുത്, നിങ്ങൾ അതിന്റെ അവകാശിക്കാരാകരുത് എന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രമാണമെല്ലാം അകത്തു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പഴയ നിയമത്തിൽ വായിച്ച പ്രമാണങ്ങളെല്ലാം അകത്തു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ദാനിയേൽ പറയാം, ഞാൻ തന്നെത്താൻ ഞങ്ങൾ അശുദ്ധരാകത്തില്ല. ഇതിന്റെ അകത്തൊരു കോംപ്രമൈസും ഇല്ല. പ്രൈസ് ദി ലോർഡ്, സണ്ണനോട് പറയുക, രാജാവ് എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം കൊണ്ട് നിരത്തി വെച്ചാലും, അല്ലെങ്കിൽ ഞങ്ങളുടെ അകത്ത് പ്രമാണം ജീവിക്കുന്ന കാലത്തോളം, ഞങ്ങളുടെ അകത്ത് ദൈവവചനം ഫോളോ ചെയ്യുന്ന കാലത്തോളം, ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ അകത്ത് ഞങ്ങളെ ഉപദേശിച്ച് നടത്തുന്ന കാലത്തോളം, ദൈവത്തിന്റെ പ്രമാണം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങൾ മാറത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ വിശുദ്ധിയെ കെടുത്തിക്കളയുന്ന പലവിധമാകുന്ന പോരാട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് ഞാനും നീയും ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം കോംപ്രമൈസ് ചെയ്യാനല്ല ദൈവം പറയുന്നത്. അതിനെതിരെ ദൈവത്തിന്റെ വചനം നിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെതിരെ പോരാടി നിന്ന് ജയിക്കാനാ ദൈവവചനം പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ട്? അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, അല്ലേ, രാജാവ് നിരത്തി വെച്ച രാജകീയ ഭോജനം കഴിച്ചവരെക്കാട്ടിലും എത്രയോ മനോഹരമായിരുന്നു, എത്രയോ അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. ഈ ബാലന്മാരെ കാണാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. എത്രയോ മനോഹരമായിരുന്നു ഇവരെ കാണാൻ. കഴിച്ചവരെക്കാട്ടിലും കഴിക്കാത്തവരായിരുന്നു മനോഹരം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അവരുടെ മുഖമൊക്കെ അല്ലെങ്കിൽ മിന്നി തിളങ്ങാൻ തുടങ്ങി. അവർക്കൊരു ചുക്കും ചുളിവും ഇല്ലായിരുന്നു. അവരുടെ ശരീരം ബലപ്പെട്ടിരുന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെട്ട് നിന്ന്, ഹല്ലേലൂയ, ദൈവവചനം അനുസരിച്ച് അവർ ദൈവത്തോട് നീതി പുലർത്തിയപ്പോൾ അവർ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. അവർ തളർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. ഇന്നു പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ വിശുദ്ധിക്കെതിരെ ശത്രുവാകുന്നവൻ കൊണ്ടുവരുന്ന പലവിധമാകുന്ന കാരണങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, അതിനെ ജയിക്കാൻ നിന്റെ അകത്തളങ്ങളിൽ ദൈവം പകർന്നു തന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഒന്ന് മൂർച്ച കൂടട്ടെ. എന്നോട് ആത്മാവ് ശക്തമായി ഇടപെടുക. ചിലരുടെ വിശുദ്ധിക്കെതിരെ, ചിലരുടെ വിശുദ്ധ ജീവിതത്തെ ഇല്ലാതാക്കി കളയാൻ, തകർത്തു കളയാൻ ശത്രു കൊണ്ടുവരുന്ന ശത്രുവിന്റെ ചില പദ്ധതികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ അതിനെ ആത്മാവിൽ ജയിക്കട്ടെ. നിന്റെ ചിന്തകളിൽ കൊണ്ടുവരുന്ന, നിന്റെ നിരൂപണങ്ങളിൽ കൊണ്ടുവരുന്ന, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ കൊണ്ടുവരുന്ന ചില ഹല്ലേലൂയ ആശ്വതികളെ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ വാക്കുകളിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ചില അശുദ്ധിയുടെ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അഴിഞ്ഞു മാറട്ടെ. ചാരത്തും ദൂരത്തും ഇരിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിന്റെ വിശുദ്ധ ജീവിതത്തെ ഇല്ലാതാക്കി കളയാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പോരാട്ടം ഉണ്ട്.
ഇന്ന് പകൽ അത് ദൈവം അഴിക്കാൻ പോവുക കേട്ടോ. പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. കാഴ്ചയിൽ കൊണ്ടുവരുന്ന, കേൾവിയിൽ കൊണ്ടുവരുന്ന, നിരൂപണങ്ങളിൽ കൊണ്ടുവരുന്ന, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന, തനിച്ചിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന, ചില ഇടങ്ങളിൽ ഇരിക്കുമ്പോൾ കൊണ്ടുവരുന്ന ചില പൈശാചികമാകുന്ന അശുദ്ധിയുടെ പ്രസൻസ് ഉണ്ടല്ലോ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വ്യക്തികളിൽ നിന്ന് മാറിപ്പോകാൻ, വ്യക്തികളിൽ നിന്ന് അടിഞ്ഞു പോകാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില അശുദ്ധിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ശക്തമായ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവനെ കാണിക്കുന്ന ചില അശുദ്ധിയുടെ ചിന്തകളിട്ട്, ചില അശുദ്ധിയുടെ നിരൂപണങ്ങളിട്ട്, രക്തം ചെയ്യും സംസാരത്തിൽ, പ്രവർത്തിയിൽ ചില അശുദ്ധിയുടെ പ്രസൻസ് ദൈവനെ കാണിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുമ്പോൾ ദൈവാത്മാവ് വിവേചിക്കുക. പ്രവാഗനായി ചിലരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ചില അശുദ്ധിയുടെ ആത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെട്ടു നിൽക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. പിശാചിന്റെ പദ്ധതി നിന്റെ വിശുദ്ധി ഇല്ലാതാക്കാനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് തുറന്നു പറയുന്നു. നിന്റെ വിശുദ്ധ ജീവിതത്തെ ഇല്ലാതാക്കാനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് തുറന്നു പറയുന്നു. ഇന്ന് പകൽ ആത്മാവിൽ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ, തലമുറകളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ നീയോ നിന്റെ തലമുറകളോ വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരാതെ വണ്ണം നിന്റെ തലമുറകളെയും അശുദ്ധിയുടെ ആത്മാവിന്റെ പോരാട്ടം വെളിപ്പെട്ടു നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഈ വചനം ഞാൻ ആത്മാവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ നിറവിൽ അശുദ്ധിയുടെ വ്യാപാരത്തിലെ ജയിക്കാനുള്ള ദൈവത്തിന്റെ കൃപയുടെ കൈമാറ്റം ഇന്ന് പകൽ ആത്മാവ് നിന്റെ മേൽ കൈമാറുമ്പോൾ, ഇന്ന് പകൽ അത് ഏറ്റെടുത്ത് ആത്മനിറവിൽ ഏറ്റെടുത്ത് വിശുദ്ധിയുടെ ആത്മാവിന്റെ ശക്തിയാൽ അശുദ്ധിയുടെ ആത്മാവിനെ ജയിക്കുക. നിന്റെ തലമുറ ഏത് ദേശത്തായിരുന്നാലും അശുദ്ധിയുടെ ആത്മാവ് അവരെ പിടിച്ചു കെട്ടാതെ വണ്ണം ഇന്ന് വരെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കും. ചില അശുദ്ധിയുടെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ. യൂദ പറയുന്നുണ്ട്, ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അതിവിശുദ്ധമാകുന്ന വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. സ്തോത്രം. നമ്മളെന്താ പറയുന്നേ? വിശ്വാസമെന്നേ പറയത്തുള്ളൂ. പക്ഷെ യൂദ പറയുന്നേ അതിവിശുദ്ധമായ, എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ അതിവിശുദ്ധമായ വിശ്വാസം ഉണ്ടോ എന്നാ ഡൗട്ട്. എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ അതിവിശുദ്ധമായ വിശ്വാസമുണ്ട് എന്ന് വെച്ചാൽ നിന്റെ വിശ്വാസത്തിൽ വിശുദ്ധി ഉണ്ടോന്ന്. ഹലോ, നിന്റെ വിശ്വാസത്തിൽ വിശുദ്ധി ഉണ്ടോന്ന്. ഹല്ലേലൂയ. വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, വിശുദ്ധിയും കൂടെ ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ട്? വിശ്വാസം മാത്രം ഉണ്ടായപ്പോൾ എന്തുകൂടെ വേണം? വിശുദ്ധി വേണം. വിശുദ്ധി മാത്രം പോരാ, എന്തു വേണം? വിശ്വാസം വേണം. ഇത് രണ്ടും കൂടെ ഈക്വലായിട്ട് നിൽക്കണം. വിശ്വാസവും വേണം, വിശുദ്ധിയും വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വരാം. അന്യനാട്ടിൽ, അങ്ങനെ പറയുന്ന ഒന്നുകൂടെ നല്ലത്, അന്യനാട്ടിൽ കിടക്കുമ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ല. തങ്ങളെ തന്നെ അശുദ്ധരാക്കാൻ അനുവദിച്ചില്ല. സ്തോത്രം. എനിക്കറിയാൻ എത്രയോ പേരുണ്ട്, നാട്ടിൽ നിന്നപ്പം പാസ്റ്ററിന്റെ വലം കൈയായിരുന്നു, ചർച്ചിലെ സെക്രട്ടറി ആയിരുന്നു. എന്നാൽ അന്യനാട്ടിൽ ചെന്നപ്പം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവന്റെ വിശ്വാസവും പോയി, പ്രത്യാശയും പോയി, എല്ലാം പോയി. ആമേൻ. ഒരു സഹോദരൻ
സ്തോത്രം. പ്രാർത്ഥിച്ചു, കർത്താവ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു, പോയി, വിദേശത്ത് പോയി. സ്തോത്രം. വിദേശത്തെല്ലാം പോയി കഴിഞ്ഞിടയ്ക്ക് ഞാൻ അവന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കുരിശ് കിട്ടുകൊണ്ട് നിൽക്കുക. കഴുതയില് ഒരു കുരിശ് കിട്ടുകൊണ്ട് നിൽക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഓൾറെഡി കർത്താവ് ഒരു കുരിശ് നമുക്ക് വേണ്ടി വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ കുരിശൊക്കെ മാറാൻ വേണ്ടിയാ കർത്താവ് എന്ത് ചെയ്തു? വഹിച്ചത്. അപ്പൊ ഓരോ കുരിശ് എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. എന്തിന്? വിദേശ രാജ്യത്ത് പോലും പോകണ്ട. ഈ കേരളത്തിന് വെളിയിലോട്ട് നോക്കിയേ. കേരളത്തിൽ വരുമ്പോ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര വിശ്വാസികളാ. കേരളത്തിനോട്ട് പുറത്തോട്ട് പോയി എങ്ങനെ ജീവിക്കുന്നെന്ന് ആർക്കും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ കേട്ടോ? ബാംഗ്ലൂർ പഠിക്കുന്ന, നേഴ്സിംഗ് പഠിക്കുന്ന 3 കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തത്. ഒന്നാലോചിച്ചേ, ബാംഗ്ലൂർ പഠിക്കുന്ന 3 കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന്, പെൺകുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ഇവിടെ ജീവിക്കുമ്പോൾ, അപ്പനമ്മമാരുടെ തണലിൽ ജീവിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ചർച്ചിൽ പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാ. പക്ഷെങ്കിൽ സ്വന്തം ദേശം, നാടും വീടും വിട്ടിവര് പോകുന്ന ഉടനെ ഇവരെങ്ങനെ ജീവിക്കുന്നു? അവര് പറയുന്നത് നമുക്കറിയത്തുള്ളൂ, അല്ലേ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ആർക്കറിയാം? സ്തോത്രം. എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാൻ പറയാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവരെന്തോ പറയും? ഞങ്ങളെ ഡൗട്ടാന്ന് പറയും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് എത്രയോ പേരെ അറിയാം, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ വരുമ്പോൾ ഭയങ്കര മാന്യരാണ്, ഭയങ്കര വിശ്വാസികളാണ്, ചർച്ചിന്റെ മുൻപന്തിയിലാണ്. പക്ഷെ ഇവിടം കഴിഞ്ഞ് അന്യനാട്ടിൽ പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവവും ഇല്ല, ദൈവവചനവും ഇല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറുവശം കൂടെ പറയണമല്ലോ. അന്യനാട്ടിലാണെങ്കിലും ദൈവത്തെ മറക്കാതെ ജീവിക്കുന്ന ദൈവമക്കളുമുണ്ട്. ദൈവവചനത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കളുമുണ്ട്. ദൈവത്തെ നല്ല രീതിയിൽ ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്. ഇവിടെ എങ്ങനാണോ അവരായിരുന്നത്, അതിനെക്കാട്ടിലും ഒരു പടി മുകളിൽ അവരാത്മീയമായി വളരുകയാണ്. അങ്ങനെ നിൽക്കുന്നവരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിരൽ ചൂണ്ടി പറയുന്നു, ഏത് ദേശത്താണെങ്കിലും ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തെ മറക്കുന്നവർ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയും. വിടിവിപ്പാൻ ആരും ഉണ്ടാവത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ദൈവത്തെ മറന്ന് ആര് ജീവിച്ചാലും അവന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം വരും. ഇവിടാണെങ്കിലും എവിടായിരുന്നാലും ദൈവത്തിന്റെ വചനം മറന്ന്, ദൈവത്തിന്റെ പ്രമാണം മറന്ന്, ദൈവത്തെ മറന്ന് ആര് ജീവിക്കുന്നോ ദൈവത്തിന്റെ സന്ദർശനം വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയോ. സ്തോത്രം, ഹല്ലേലൂയ. മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കൂടെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൂരത്തുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ അവർ ദൂരത്ത് പോകുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ചില മാതാപിതാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ, എങ്ങനെ മാറിപ്പോയത് ഞങ്ങൾക്ക് അറിയത്തില്ല. അത്രയ്ക്ക് നല്ല മോനായിരുന്നു, അത്രയ്ക്ക് നല്ല മോളായിരുന്നു, എങ്ങനെ മാറിപ്പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. സ്തോത്രം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, കുറച്ച് പൈസ അക്കൗണ്ടിൽ കയറി കഴിയുന്ന ഉടനെ പിന്നെ ഇവരെക്കാട്ടിലും വലിയ ആളില്ലെന്ന് ഇവര് വിചാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കാനും ഉള്ളതിനെ ഇല്ലാതാക്കാനും ദൈവത്തിന് ഒരുപാട് നേരമൊന്നും വേണ്ട. ക്രൈസ്തവനോട് മറന്നുപോകരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏത് ദൈവ പൈതലാകട്ടെ, അവരെ ദൈവം ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും അവരെ ഉപേക്ഷിച്ച് കളയത്തില്ല ദൈവം. ക്രൈസ്തവ പക്ഷേ ദൈവത്തിന്റെ വചനം വിട്ട് ദൈവത്തെ മറന്ന് ജീവിക്കരുത്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഞാനിത് പറയാൻ കാര്യം, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിനെതിരെയാണ് ശത്രു പോരാടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ ജീവിതത്തിനെതിരെയാ പോരാടുന്നത്. വേറെ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാലും നമുക്കത് പിന്നീട് നേടാം. പക്ഷെ നമ്മുടെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ പിശാചിനറിയാം ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാൻ.
വിശുദ്ധിയില്ല ദൈവമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കാൻ പറ്റുമോ? മോശയോട് തന്നെ ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ നിന്റെ കാലിലെ ചെരുപ്പ് ഉരുകളയാൻ പറഞ്ഞു. ഞാൻ വിശുദ്ധനാകിയ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞു. ഹൃദയ ശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണത്തില്ലെന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം പോട്ടെ, വിശുദ്ധന്മാരെ ചേർക്കാനാ വരുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നു. അപ്പൊ നോക്കിക്കേ, വിശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള കാര്യം നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഏറ്റവും അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാനൊരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാനൊരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 15 വയസ്സേ ഉള്ളൂ. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മേൽ ഒരു പൈശാചിക ശക്തി വെളിപ്പെട്ട് അഴിഞ്ഞു മാറി അവൾ വിടുവിക്കപ്പെടാനിടയായി. വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ എന്നോട് ആ മോളുടെ പപ്പ അവർ നല്ലൊരു ഫാമിലിയാണ്. പപ്പ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, എന്റെ കുഞ്ഞിന് എങ്ങനെ ഇത് സംഭവിച്ചു? എന്റെ കുഞ്ഞിന് എങ്ങനെ ഇത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറഞ്ഞ് പേഴ്സണലി മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞു, വേറൊന്നുമല്ല, നിങ്ങളുടെ കുഞ്ഞിൽ പാപമുണ്ടായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിൽ പാപം, ശരീരം അശുദ്ധമായപ്പോൾ അശുദ്ധാത്മാവ് എന്ത് ചെയ്തു? കേറി. ആരും ദോഷം ചെയ്തില്ലേലും ശരീരം അശുദ്ധമായ ദുരാത്മാവ് എന്ത് ചെയ്യും? കേറും. അശുദ്ധാത്മാവ് കേറും. അതിനാരും അങ്ങോട്ട് ആഭിചാരം ചെയ്തോ മന്ത്രവാദം ചെയ്തോ കയറ്റിവിടേണ്ട ആവശ്യമൊന്നുമില്ല. പാപം ചെയ്താൽ വിശുദ്ധാത്മാവ് വസിക്കത്തില്ല, അശുദ്ധാത്മാവ് കേറും. മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്താൽ അശുദ്ധാത്മാവ് എന്ത് ചെയ്യും? കയറും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, എന്റെ പൊന്നു ദൈവദാസനെ, എന്റെ കുഞ്ഞിന് എന്താ ഇങ്ങനെ പറ്റിയേ? അപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാ, ഹല്ലേലൂയ, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ അറിയാതെ പാപം ചെയ്തു. പാപം ചെയ്തപ്പോ അവളുടെ ശരീരം അശുദ്ധമായി. അശുദ്ധമാകുന്ന ശരീരത്തിൽ ആര് കയറി? പിശാച് കയറി, അശുദ്ധാത്മാവ് കയറി. ഹല്ലേലൂയ. ദൈവസന്നി തീരുമാനമെടുത്തു, ദൈവം അവളെ വിടുവിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നമ്മുടെ വിശുദ്ധിയെ ഇല്ലാതാക്കാൻ പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടത്തെ ഇന്ന് പകൽ ജയിക്കണം കേട്ടോ. ഹല്ലേലൂയ. വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടത്തെ ഇന്ന് പകൽ ജയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ പോരാട്ടം അതായിരുന്നു. എന്തായിരുന്നു? വിശുദ്ധിക്കെതിരെ പോരാടി. ആ പോരാട്ടത്തെ അകത്തു ദൈവവചനം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അതിനെ ജയിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പോരാട്ടമാണ് ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടം. രണ്ടാമത്തെ പോരാട്ടമാണ് ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നു. 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇവിടെ എന്താ വായിക്കുന്നേ? 3:10. രാജാവ് കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുന്നു. അപ്പൊ ശ്രദ്ധിച്ച ദൈവമക്കളെ, രണ്ടാമത്തെ പോരാട്ടം എന്ന് പറയുന്നത് ആരാധനയ്ക്ക്. ഹല്ലേലൂയ. എന്താണ്? ആരാധനയ്ക്കെതിരെ രണ്ടാമത്തെ പോരാട്ടം വെളിപ്പെടുക. ആരാധനയ്ക്കെതിരെ രണ്ടാമത്തെ പോരാട്ടം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അതിനു മുമ്പ് രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിലെ ഭാഗം പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തിലേക്ക് വരാം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ച ദൈവമക്കളെ, ആരാധനയ്ക്കെതിരെ എന്തു വന്നു? ആദ്യം എന്തിനാ പോരാട്ടം വന്നേ? വിശുദ്ധിക്കെതിരെ. പക്ഷെ അതിനെ അവര് ജയിച്ചു. രണ്ടാമത് പോരാട്ടം വന്നെന്താ? ആരാധനയ്ക്കെതിരെ പോരാട്ടം വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതും ജയിച്ചത് ദൈവവചനത്താല. ആമേൻ. അകത്ത് വചനമുള്ളവരെ ഓർത്ത് സ്വോത്രം ചെയ്യും. ദൈവവചനത്താല ജയിച്ചത്. ഈ ഒരു ബിംബത്തെ നാട്ടിക്കൊണ്ട് നിർത്തി രാജാവ് പറയാ, സകല വാദ്യമേളങ്ങൾ കൊണ്ട്, നാദങ്ങൾ കൊണ്ട്,
അല്ലെങ്കിൽ ആർത്തു വിളിക്കുമ്പോൾ എല്ലാവരും ഇതിന്റെ മുമ്പിൽ എന്ത് ചെയ്തോണം? നമസ്കരിച്ചോണം എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ബാലന്മാർ നമസ്കരിച്ചില്ല. എബ്രായർ ബാലന്മാർ നമസ്കരിച്ചില്ല. നമസ്കരിക്കാതിരിക്കാനുള്ള കാരണം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, സ്തോത്രം. ആരാണ് ആരാധ്യനെന്നും ആരെ ആരാധിക്കണമെന്നും അവർക്കറിയാം. ഒരാമേൻ എത്ര പേര് പറയും? ഞാൻ ആരാധനയെ കുറിച്ച് ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരാധന 3 വിധത്തിൽ ആരാധന, അല്ലേ? ആരാധന 3 വിധത്തിലാണ്. ഒരിക്കൽ ഞാൻ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കൽ പ്രസംഗിച്ചതാ. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. 3 വിധത്തിൽ ആരാധന. 1, ബുദ്ധിയുള്ള ആരാധന. 2, ബുദ്ധിയിലുള്ള ആരാധന. 3, ഒരു ബുദ്ധി ഇല്ലാത്ത ആരാധന. സ്തോത്രം. ഇങ്ങനെ 3 ആരാധനയെ കുറിച്ച് ഞാൻ അന്ന് പ്രസംഗിച്ചായിരുന്നു, അല്ലെ? ബുദ്ധിയുള്ള ആരാധന, ബുദ്ധിയിലുള്ള ആരാധന, ഒരു ബുദ്ധിയില്ലാത്ത ആരാധന. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ്. ആ ഭാഗം ഞാൻ എടുക്കുന്നില്ല, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഇവിടെ ആരാധിക്കണമെന്ന് രാജാവ് ദേശം മുഴുവനും വിളംബരം, രാജ്യം മുഴുവനും വിളംബരം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, എബ്രായ ബാലന്മാർ ആരാധിച്ചില്ല. ആരാധിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർക്കറിയാം ആരെ ആരാധിക്കണം. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ആരെ ആരാധിക്കണ്ടേ? ആരെ ആരാധിക്കണ്ടേ? മത്തായിയുടെ സുവിശേഷം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. അതിന്റെ 10-ാമത്തെ വാക്യം എന്താ വായിക്കുന്നേ? യേശു അവനോട്, ആരോട്? സാത്താനോട്, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആരാധിക്കാവുള്ളൂ എന്ന് വചനം കിടക്കുക. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? സർവശക്തനാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് യേശു ക്രിസ്തു അവിടെ ഒരു ക്ലാരിറ്റി വരുത്തുക. ഹല്ലേലൂയ. ആരോടാ പറയുന്നേ? പിശാചിനോടാ പറയുന്നേ. പിശാച് പറയാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ നിന്റെ മുമ്പിൽ ലൈവായിട്ട് ഈ കാണിച്ചു തരുന്നതെല്ലാം എനിക്കുള്ളതാണ്, ഞാനത് നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞപ്പോഴാണ് കർത്താവ് മറുപടി കൊടുത്തത്, ഹല്ലേലൂയ, ദൈവത്തെ അല്ലാതെ, ഏത് ദൈവത്തെ? ജീവനുള്ള, സകലത്തിനെയും നിർമ്മിച്ച, സകലത്തിന്റെയും ഉടയവനാകുന്ന ജീവനുള്ള ദൈവത്തെ, അനാദികാലം മുതൽ വാഴുന്ന നിത്യനായ ദൈവത്തെ, ഏക നിത്യ സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇതകത്ത് കിടപ്പുണ്ട് ബാലന്മാരുടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതകത്തു കിടപ്പുണ്ട്. ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്നകത്തു കിടപ്പുണ്ട്. ആ പ്രമാണത്തിലാണ് അവർ നിന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, നമ്മുടെ ആരാധനയെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആലയങ്ങൾ തല്ലി തകർക്കുന്നു, തീയിട്ട് ചുട്ടുകളയുന്നു, ദൈവദാസന്മാരെ തകർക്കുന്നു, ആത്മീയ ആരാധനയെ ഇല്ലാതാക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലയ്ക്ക് ഹല്ലേലൂയ, നിന്റെ കഴുത്തി കൊണ്ടുവന്ന് കത്തി വെച്ചാലും നീ ആത്മനിറവിൽ പറയണം, ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ ആരാധിക്കത്തില്ല. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? തല വെട്ടിമാറ്റിയാലും, കൈകാലുകൾ വെട്ടിമാറ്റിയാലും, അല്ലെങ്കിൽ ശരീരാവയവങ്ങൾ വെട്ടിമാറ്റിയാലും ഞങ്ങൾ അധികാരിയും പിടിച്ചു പറയാം, ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തരെയും ഞങ്ങൾ ആരാധിക്കില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല പാരന്മാര് ചങ്കുറപ്പോടെ നിൽക്കുക. അല്ലെങ്കിൽ ഞങ്ങളെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ അല്ലാതെ, അല്ല രാജാവേ, നീ നാട്ടിലിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. നീ നാട്ടിലിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആരാധനയ്ക്ക് ശക്തമായ എതിർപ്പുകളും പോരാട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ആരാധനയ്ക്കെതിരെ ശത്രു പോരാടും. നിന്റെ ആരാധനയ്ക്കെതിരെ ശത്രു പോരാടും.
അതെ, നിന്റെ ആരാധനയ്ക്കെതിരെ ശത്രു പോരാടും. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആരെ ആരാധിക്കണമെന്നുള്ള ബോധ്യം നിന്റെ അകത്ത് വളരട്ടെ. അപ്പൊ ഒന്ന്, ആരെ ആരാധിക്കണം. രണ്ട്, എങ്ങനെ ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയാ വാക്യം വായിപ്പിക്കുന്നത്. 4:24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? വെറുതെ ആരാധിച്ചാ പോരാ, വെറുതെ നമസ്കരിച്ചാ പോരാ. എങ്ങനെ ആയിരിക്കണം? ആത്മാവിലും സത്യത്തിലും. അപ്പൊ ദൈവത്തെ ആരാധിക്കുമ്പോ എന്ത് വേണം? ഒന്ന്, ആത്മാവിൽ ആരാധിക്കണം. രണ്ട്, സത്യത്തിൽ ആരാധിക്കണം. ഉള്ള അസത്യത്തിനകത്തെല്ലാം പോയി കൈയിട്ടിട്ട് ദൈവത്തെ ആരാധിക്കാൻ വരും. സ്തോത്രം. ദൈവഹിതമില്ലാത്തതിനകത്തെല്ലാം പോയിട്ട് ദൈവത്തെ ആരാധിക്കാൻ വരും. ദൈവത്തെ ആരാധിക്കുമ്പോൾ ജഡത്തിൽ ആരാധിക്കരുത്, ആത്മാവിൽ ആരാധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിൽ ആരാധിക്കുന്നവർ കീബോർഡ് വായന നിർത്തുമ്പോൾ നിർത്തും, ഡ്രമ്മടി നിർത്തുമ്പോൾ നിർത്തും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിൽ ആരാധിക്കുന്ന. ആത്മാവിൽ ആരാധിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് കൊട്ടുകാരനല്ല, പരിശുദ്ധാത്മാവാണ്. പറഞ്ഞ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ ആരാധിക്കണം മനസ്സിലായല്ലോ. ഇനി എവിടെ ആരാധിക്കണം? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം അതുകൂടെ പഠിച്ചു. 18:20. എവിടെ ആരാധിക്കണം? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ദൈവം എവിടെ ഉണ്ടോ അവിടെ ആരാധനയുണ്ട്, അല്ലേ? ദൈവം എവിടെ ഉണ്ടോ അവിടെ ആരാധന ഉണ്ട്. അപ്പൊ 2-3 പേർ എവിടെ ആരാധിക്കണ്ടേ? ദൈവത്തിന്റെ, യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെ ആരാധന ഉണ്ടാവണം. അവിടെ ആരാധന ഉണ്ടാവണം. അവിടെ ആരാധന ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതെല്ലാം പറയല്ലേ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ പറയുന്നൊരു വാക്കല്ലേ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ കർത്താവേ നീ ഉണ്ട്, അല്ലേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാരും പ്രാർത്ഥിക്കും. പക്ഷെ മുകളിലത്തെ വാക്യം നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല. നിങ്ങളിൽ 19-ാം വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും, അടുത്ത വാക്കെന്താ? അടുത്ത വാക്കെന്താ എഴുതിയിരിക്കുന്നത്? ഐക്യമത്യപ്പെട്ടാൽ. ഇത് നമ്മൾ ആരും പറയത്തില്ല. നമ്മൾ എന്താ പറയുന്നത്? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവേ നീ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ എന്തില്ല? ഐക്യതയില്ല. അത് മാത്രം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മുകളത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. 2-3 പേർ എന്ത് ചെയ്യണം? ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇത് പറഞ്ഞിട്ടാ 2-3 പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, യേശുവിന്റെ നാമത്തിൽ കൂടുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത്, കൂടുന്നവർക്കെല്ലാം ഒരു ഐക്യം ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? കൂടുന്നവർക്കെല്ലാം ഒരു ഐക്യത ഉണ്ടാകണം. അവരൈക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരും. ദൈവം ഇറങ്ങുന്നവിടെ ആരാധന ഉണ്ടാകും. എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? ആരാധന ഉണ്ടാകും, ആരാധന ഉണ്ടാകും. ഞാൻ ആ ഭാഗം വീണ്ടും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചേരും യുവമക്കളെ, ആരാധനയ്ക്കെതിരെ പോരാട്ടം ഉണ്ടാകുക. ഈ പോരാട്ടം വരുന്നതിന് മുമ്പ് രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം 2-ാം അധ്യായത്തില്, ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ ആ സ്വപ്നം എഴുതിയിരിക്കുന്നത് നിങ്ങൾ പിന്നെ എപ്പോഴേലും വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയാം. കണ്ട സ്വപ്നം ഒന്ന്, ഒരു ബിംബമാണ് കാണുന്നത്. ഒരു ബിംബം. അതിന്റെ തല എന്താ എഴുതിയിരിക്കുന്നേ? തങ്കം കൊണ്ടുള്ളതാ തല. ഹല്ലേലൂയ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിക്കോണം, പഠിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി പഠിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത് അതിന്റെ തല എങ്ങനാ? തങ്കം കൊണ്ടുള്ള തലയാ. അത് കാണിക്കുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിനാണ്. ആ തല കാണിക്കുന്നത് എന്തിനാ? ബാബിലോൺ സാമ്രാജ്യത്തെയാണ് ആ തല കാണിക്കുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ളത് കൊണ്ടാണ് അത് പണിതിരിക്കുന്നത്. തങ്കം കൊണ്ടാണ് പണിതിരിക്കുന്നത്. അങ്ങനെ ഒരനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം തങ്കം കൊണ്ടുള്ള തല കണ്ടു. അടുത്ത കാണുന്നത് വെള്ളി കൊണ്ടുള്ള നെഞ്ചും കയ്യും. വായിപ്പിക്കുന്നില്ല, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. വെള്ളി കൊണ്ടുള്ള നെഞ്ചും കയ്യും. അത് കാണിക്കുന്നത് മേദിയ പേർഷ്യ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. മേദിയ പേർഷ്യ സാമ്രാജ്യത്തെയാണ് അത് കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത് കാണുന്നത് എന്താണെന്നറിയാമോ?
താമ്രം കൊണ്ടുള്ള വയറും അരയുമാ കാണിക്കുന്നത്. താമ്രം കൊണ്ടുള്ള വയറും അരയും അത് കാണിക്കുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തെയാ കാണിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണ കാലഘട്ടത്തിൽ ഉന്നതമാകുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് ഇരുമ്പ് കൊണ്ടുള്ള തുടയാ കാണിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള തുട, പ്രൈസ് ദി ലോർഡ്. അത് കാണിക്കുന്നത് റോമാ സാമ്രാജ്യത്തെയാ കാണിക്കുന്നത്. റോമാ സാമ്രാജ്യം. ഇരുമ്പ് കൊണ്ടുള്ള തുട കാണിക്കുന്നത് റോമാ സാമ്രാജ്യത്തെയാ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് രാജാവ് കണ്ട സ്വപ്നത്തിൽ കണ്ടത് കാല് പാതി ഇരുമ്പ്, പകുതി ഇരുമ്പും പകുതി എന്താ കളിമണ്ണുമാ. ഇത് കാണിക്കുന്നത് വിഭജിക്കപ്പെട്ട റോമാ സാമ്രാജ്യത്തെയാ. വിഭജിക്കപ്പെട്ട റോമാ സാമ്രാജ്യം എന്ന് വെച്ചാൽ ഒരിക്കലും തമ്മിൽ യോജിക്കാത്ത നിലയിൽ വിഭജിക്കപ്പെട്ട റോമാ സാമ്രാജ്യത്തെയാണ് അത് കാണിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും അവസാനം കാണുന്നത് 10 വിരലുകളാണ്. എന്താ കാണുന്നത്? 10 വിരലുകൾ. അത് കാണിക്കുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ 10 രാജ്യങ്ങളെയാണ്. സ്തോത്രം, മനസ്സിലായിരുന്നോ? റോമാ സാമ്രാജ്യത്തിന്റെ 10 രാജ്യങ്ങളെ. അപ്പൊ ശ്രദ്ധിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു. വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. താമ്രം കൊണ്ടുള്ള വയറും അരയും ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇരുമ്പ് കൊണ്ടുള്ള തുട റോമാ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാല് പകുതി ഇരുമ്പും പകുതി കളിമണ്ണും അത് വിഭജിക്കപ്പെട്ട റോമാ സാമ്രാജ്യത്തെ കാണിക്കുന്നു. 10 വിരല് അത് റോമാ സാമ്രാജ്യത്തിന്റെ 10 രാജ്യങ്ങളെ കാണിക്കുന്നു. സ്തോത്രം. ഇതെന്താ ഇങ്ങനെ കണ്ടേന്നറിയാമോ? ഇതിങ്ങനെ കണ്ടത് എന്താ നിങ്ങൾക്ക് അറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഞാനത് വിവേചിച്ച് മനസ്സിലാകാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഈ ബിംബം എന്ന് പറയുന്നത് ബാബിലോണിൽ ഒതുങ്ങുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? അതാ അതിന്റെ കാര്യം. മനസ്സിലായോ? അവിടെ ഒതുങ്ങുന്നത് മാത്രമല്ല, എന്ത് ചെയ്യാ, ഈ രാജ്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിംബത്തെ അദ്ദേഹം കണ്ടത്. രാജ്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിംബത്തെയാ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. രാജ്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിംബം. ഇതാര് കണ്ടു? രാജാവ് കണ്ടു. രാജാവ് കണ്ടിട്ട് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ഒരു മിടുക്കന്മാരും അവിടെ ഇല്ലാതിരുന്നപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചത് ദാനിയേല. സ്തോത്രം, ഹല്ലേലൂയ. രാജാവ് സ്വപ്നം കണ്ടിട്ട് ഏറ്റവും അവസാനം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇങ്ങനെ ഒരു ബിംബം ഇങ്ങനെ നാണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കല്ല് ഉരുണ്ടു വരുന്നു. ഈ കല്ല് ഉരുണ്ടു വന്നിട്ട് ഈ വിരലിന്റെ അവിടേക്ക് വന്ന ഈ കല്ല് വന്ന് എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. ആ കാലിന്റെ ഏറ്റവും താഴെ അടിക്കുന്നത്. ഇതങ്ങോട്ട് വന്ന് അടിക്കുകയും ഇത് മൊത്തം എന്ത് ചെയ്തു? തകർന്ന് തരിപ്പണമായി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വായിച്ചാൽ മതി. ആ കല്ല് ഒരു മഹാപർവ്വതമായി. എത്ര പേര് രാമയും പറയും? ആ കല്ലൊരു മഹാപർവ്വതമായി മാറി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോണേ. ഹല്ലേലൂയ. രാജാവ് കണ്ട സ്വപ്നം, ഹല്ലേലൂയ, ബാബിലോണിൽ ഒതുങ്ങുന്ന ഒരു ഹല്ലേലൂയ ബിംബമല്ല രാജാവ് കണ്ടത്. എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു ബിംബത്തെയാണ് രാജാവ് കണ്ടത്. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ ക്രമം ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഒരു വലിയൊരു അധികാരിയുടെ ഹല്ലേലൂയ ഭരണക്രമം വെളിപ്പെടാൻ പോകുകയാണ്. രാജാവ് അത് കണ്ടു. സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞപ്പോ കാണുകയാണ്, ഹല്ലേലൂയ, ഒരു കല്ലെന്ത് ചെയ്യുക? ഉരുണ്ട് വരിക. ഈ കല്ല് വേറെ ആരുമല്ല, ഈ കല്ല് ക്രിസ്തുവാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഈ കല്ല് വേറെ ഒരു കല്ലുമല്ല, ഈ കല്ല് ക്രിസ്തുവാണ്. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ കല്ല്. ആ കല്ല് വന്ന് ഇതിന്റെ കാൽപാദത്തിലേക്ക് ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഹല്ലേലൂയ കണ്ട ബിംബം എന്ത് ചെയ്തു? ഹല്ലേലൂയ അവിടെ നിന്ന് ഉന്മൂലനാശം വരുവാൻ ഇടയായി തീർന്നു. ആമേൻ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിക്കപ്പെടാത്ത ഒരുവൻ, അത് വേറെ ആരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു ജനിച്ചത് മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല, ക്രിസ്തു ജനിച്ചത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാ.
അല്ലെങ്കിൽ യേശു ജനിച്ചത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല, യേശു ജനിച്ചത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാ. ശ്രദ്ധ വെച്ച് കേട്ടതയോ മക്കളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുവനാണ് ഇതിനെ തകർക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പ്രവചന ശബ്ദമാണ്. അങ്ങനെ ഒരുവൻ വേണം ഇതിനെ തകർക്കാൻ. അങ്ങനെ ഒരുവനെ മാത്രമേ ഉള്ളൂ, അത് യേശുവാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ യേശു ക്രിസ്തു ആ കല്ലായിരിക്കുന്നവൻ എന്ത് ചെയ്തു? ഇതിന്റെ അടിത്തട്ടിലേക്ക് വന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് തകർന്നു വീണെന്ന്. ഇത് തകർന്നു വീണിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പലവിധമാകുന്ന വചന വിരുദ്ധ പഠനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട്. എന്നാൽ ഞാൻ ആത്മാവിന്റെ നിറവിൽ പറയാം, ഒരു ഭരണാധികാരി ഈ ഭൂമി വരും. ഒരു ഭരണാധികാരി ഭൂമി വരും. ഇന്ന് അന്യഭാഷ പറഞ്ഞു തുള്ളുന്ന നമ്മളെല്ലാവരും പോയില്ലെങ്കിൽ സ്തോത്രം, നിന്റെ ആരാധനയ്ക്ക് പോരാട്ടം വരും. പോയില്ലെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോണം. ഹല്ലേലൂയ. പോവാണ് കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് പറയാ, അച്ഛനോട് പറയാ, സ്തോത്രം പാസ്റ്ററെ, ഒത്തിരി സഭകൾ ഇവിടെ ഉണ്ട് അല്ലേ, ഒത്തിരി സഭകളുണ്ട്, എന്നാൽ ഇതിന്റെ അകത്തുനിന്ന് ഒരു സഭ എടുക്കപ്പെടുന്നു. ഒത്തിരി സഭകളുണ്ട്. IPC ഉണ്ട്, ചർച്ച് ഗോഡ് ഉണ്ട്, AG ഉണ്ട്, ഷാരോൻ ഉണ്ട് അല്ലെ, ഇൻഡിപെൻഡന്റ് ചർച്ചസ് ഉണ്ട് അല്ലെ, ഒത്തിരി സഭകളുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും സഭയാണ്. സ്തോത്രം. സഭ നമ്മളാണ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഒത്തിരി ചർച്ചിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ, ഇതിന്റെ അകത്തൊരു ചർച്ച ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ശരിയാ, ഇതിന്റെ അകത്തൊരു ഇതിന്റെ അകത്തൊരു സഭയുണ്ട്. ആ സഭ ഏതാന്ന് അറിയണമെങ്കിൽ കർത്താവ് വരണം. കാഹളം ധ്വനിച്ചാലേ ആ സഭ ഏതാന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സഭയുടെ അകത്തുനിന്നെല്ലാം ആ സഭ എടുക്കപ്പെടുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, ഇതാണ് ഒറിജിനൽ സഭ. എത്ര പേർക്ക് മനസ്സിലായി? ഇതാണ് ഒറിജിനൽ സഭ. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സഭകൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങളുടെ ഈ ദേശത്ത് തന്നെ ഇല്ലാത്ത സഭ ഇല്ല. സഭയുണ്ടെന്നേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, സഭ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാ, യഥാർത്ഥ സഭ ഏതാണ് അറിയണമെങ്കിൽ പാസ്റ്ററെ കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ അറിയാം ഏത് സഭ എടുക്കപ്പെടും. ആ സഭയായിരിക്കും യഥാർത്ഥ സഭ. ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, ഇപ്പൊ ഏതാ നല്ല സഭ, ഏതാ തീയ സഭ, യേശു ഉള്ള സഭ ഏതാ, യേശു ഇല്ലാത്ത ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. യേശു ഇല്ലെങ്കിലും 2 കീബോർഡും ഡ്രം സെറ്റും മൈക്കും ഉണ്ടെങ്കിൽ ആരാധനയാ. ഞാൻ ഇന്നത്തെ കാലത്ത് ഞാൻ പല ആരാധന കുറ്റം പറയല്ല, ഉള്ളത് പറയാം. ശ്രോത്രം. പല ആരാധനയും കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കുറവാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നത് കുറവാ. വർഷിപ്പാണ്. എന്താണ്? വർഷിപ്പാണ്. പാട്ടുകൾ പാടി എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്യും. നല്ല കാര്യം, ചെയ്തോട്ടെ. പക്ഷെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അന്യഭാഷ പറയുന്ന 5 മിനിറ്റ് ആയിരിക്കും. ബാക്കി മൊത്തം എന്താ? ഭയങ്കര വർഷിപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കുമ്പോ വേണ്ടേ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണ്ടേ? നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാൻ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുവിൻ. കീബോർഡിനകത്തോ മ്യൂസിക് സിസ്റ്റത്തിനകത്തോ ഹല്ലേലൂയ ഇതിനകത്തൊന്നും അല്ലിരിക്കുന്നത്. നമ്മൾ ആത്മീയമായി വളരണമെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കണമെന്ന പൗലോസ് പറയുന്നത്. ചിലർക്കൊക്കെ ഇപ്പൊ അന്യഭാഷ പറയാൻ വലിയ നാണമാ, ചിലർക്കൊക്കെ ലജ്ജ അന്യഭാഷ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ചില മെസ്സേജുകൾ ഞാൻ കാണുമ്പം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പുറകെ സപ്പോർട്ട് ചെയ്യുക, അന്യഭാഷ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് മൈക്കിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇദ്ദേഹം സ്തോത്രം ഇങ്ങനെ പ്രസംഗിക്കും. ഇദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരെ കണ്ടുണ്ട്. പ്രസംഗിച്ച് ദൂത് അങ്ങോട്ട് പറയുമ്പോഴത്തേന് കീബോർഡ് ഞെക്കാൻ തുടങ്ങും. കീബോർഡ് ഇങ്ങനെ ഞെക്കാൻ തുടങ്ങും. ഞെക്കിയിട്ട് പുറകെ നിൽക്കുന്നവര് മൈക്കിൽ എന്ത് ചെയ്യുക, അന്യഭാഷ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് എന്ത് ചെയ്യുക, ആരാധിപ്പിക്കുക. ആരെ? ജനത്തെ ആരാധിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പരിശുദ്ധാത്മാവിന് റോളൊന്നും ഇല്ലേ? പരിശുദ്ധാത്മാവിന് റോളൊന്നും ഇല്ലേ? എടാ, നീ പ്രസംഗിക്കുമ്പോൾ ദൈവജനത്തിന്റെ അകത്ത് ആരാധന വെളിപ്പെടുത്താൻ ദൈവാത്മാവിന് കഴിയത്തില്ലേ? പിന്നെ എന്തിനാ ഒരു ബാക്കപ്പ് ഓപ്ഷൻ? എന്തിനാ പുറകിലൊരു സപ്പോർട്ട്? എന്തിനാ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പല
ഞാൻ കണ്ടിട്ടുണ്ട്, പല ചർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവര് പ്രസംഗിച്ചൊരു ദൂത് പറഞ്ഞു കഴിയുമ്പോൾ പുറകിൽ കീബോർഡ് വായനയാ, പുറകിൽ മൈക്കിലകത്തോട് എന്ത് ചെയ്യാ? ഹല്ലേലൂയ, സ്തോത്രം, അന്യഭാഷ പറയുക. എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട്? എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. നീ പ്രസംഗിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഇറങ്ങും അവിടെ. നീ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങും. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന ഉടനെ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവര് സ്വയം ദൈവത്തെ ആരാധിച്ചോളും. ഇപ്പൊ സപ്പോർട്ടാ. ഹല്ലേലൂയ. ഒരു മെസ്സേജ് മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുമോ? ഒരു സൈഡിനകത്തൂടെ കീബോർഡ് വായന, ഒരു വശത്തൂടെ അന്യഭാഷ, ഒരു മൈക്കിനകത്തൂടെ അന്യഭാഷ പറയുക, ഹല്ലേലൂയ പറയുക, സ്തോത്രം പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത്, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചോ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോ. പക്ഷെങ്കിൽ ഹല്ലേലൂയ പ്രസംഗിക്കുമ്പോൾ ജനത്തിന്റെ ഇടയ്ക്ക് ആത്മാവ് ഇറങ്ങാൻ നീ പുറകിൽ നീ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജനത്തിന്റെ ഇടയ്ക്ക് ആത്മാവ് ഇറങ്ങാൻ നീ പുറകിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിന്നെക്കാട്ടിലും പ്രസംഗിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ദൈവാത്മാവുണ്ട്. അല്ലേ, നിന്റെ സപ്പോർട്ട് ആവശ്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയ ഉടനെ അല്ലെങ്കിൽ ഒരു കീബോർഡിസ്റ്റ് മോൻ അവിടെ ഇരിക്കുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാ ഞാൻ പ്രസംഗിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇടാൻ മ്യൂസിക്, ഞാൻ പ്രസംഗിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാൻ വേണ്ടി ഇരിക്കുക. ഞാൻ ചോദിച്ചു, കുഞ്ഞൻ നീ എന്താണ് അവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല പാസ്റ്റർ, പ്രസംഗിക്കുമ്പോ മ്യൂസിക്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുമ്പോ ഇനി നിന്റെ കൈവിരളെങ്ങാനും അത് കൊണ്ടാൽ അറിയാതെ ദൂരം കൊണ്ടേക്കല്ലെന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുമ്പോ എനിക്കൊരു സപ്പോർട്ടും വേണ്ടെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്റെ കൂടെ. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് ചെയ്തോളും. കീബോർഡുകാരൻ അവിടെ ഇരുന്നാൽ മതി. പാട്ട് പാടുമ്പോ നീ എന്നെ സപ്പോർട്ട് ചെയ്യും. പാട്ട് പാടുമ്പോ നീ എന്നെ സപ്പോർട്ട് ചെയ്തോ, നല്ല കാര്യം. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോഴും ദൂത് പറയുമ്പോഴും അതിന്റെ പുറകെ നീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വായിക്കാൻ നീ വരണ്ട, അവിടെ ഇരിക്കാൻ പോകും. സ്തോത്രം. എന്താ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം എന്തുവാ? വാദ്യോപകരണങ്ങൾ എന്തിനാ ദൈവം തന്നേ? ദൈവത്തെ പാടി ആരാധിക്കാനാ, അല്ലാതെ പ്രസംഗിക്കുമ്പോ സപ്പോർട്ട് ചെയ്യാനല്ല. മനസ്സിലാകുന്നുണ്ട്? പ്രസംഗിക്കുമ്പോ സപ്പോർട്ട് ചെയ്യാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടോണം. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, സാരമില്ല. ഹല്ലേലൂയ. ഏതായാലും 2-3 ആഴ്ച ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഒരു ഭരണാധികാരിയുടെ കാലഘട്ടം വരുന്നു. അതിനു മുമ്പ് സഭ എടുക്കപ്പെടും. ഇന്ന് പഠിപ്പിക്കുന്നത് സഭ പോകത്തില്ലെന്നാ. എന്ന് വെച്ചാൽ ആന്റി ക്രൈസ്റ്റിന്റെ ഹല്ലേലൂയ ഭരണ കാലഘട്ടത്തിൽ സഭ ഇവിടെ കാണും. മഹോപദ്രവ പീഡന കാലഘട്ടത്തിൽ സഭ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തൂടെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, പാസ്റ്റർ ഒരു ക്ലാസ് എടുക്കണമെന്ന്. കർത്താവിന്റെ ദാസി എന്നോട് പറഞ്ഞു ഒരു ക്ലാസ് എടുക്കണമെന്ന്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അധികം താമസിക്കാതെ ഒന്ന് റെഡിയാകണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദുരിതോപദേശം ഒരുപാട് കയറി വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഹല്ലേലൂയ, വേറൊന്നും കൊണ്ടല്ല. മഹോപദ്രവ കാലഘട്ട പീഡന കാലഘട്ടം വരും. അവിടെ വിശുദ്ധ സഭ ഉണ്ടാകത്തില്ല. വിശുദ്ധ സഭ അവിടെ ഉണ്ടാകത്തില്ല. വിശുദ്ധ സഭ എടുക്കപ്പെടും. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാളനും മണവാട്ടിയും, ആ മണവാട്ടിയെ അറിഞ്ഞോണ്ട് മണവാളൻ ഒരു കഷ്ടത്തിലൂടെ കടത്തി വിടുവോ? ഓ സ്തോത്രം. അത്രയെങ്കിലും ബോധം മതിയായിരുന്നു. അത്രയെങ്കിലും ബോധം മതിയായിരുന്നു. ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞവര് ദൈവത്തെ സ്തുതിച്ചേ? അറിയത്തില്ല. ഹല്ലേലൂയ. രാജസിസ്റ്റർ പോട്ടെ, അദ്ദേഹം ഇപ്പൊ വന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരോടാ കല്യാണ നിശ്ചയം കഴിഞ്ഞവര് ദൈവത്തെ സ്തുതിച്ചേ? കണ്ടോ, പലതിനും വലിയ പിടുത്തമൊന്നും ഇല്ല. അല്ലെ, നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. നിശ്ചയം കഴിഞ്ഞിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. നിശ്ചയം കഴിഞ്ഞിട്ടിരിക്കുക. ഒരിക്കലും ഞാൻ മോതിരത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് ഓർക്കുന്നില്ലേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ മോതിരത്തെ കുറിച്ച് പ്രസംഗിച്ച് ഓർക്കുന്നില്ലേ? സ്തോത്ര. നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. മുദ്ര വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മുദ്ര വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇങ്ങനെ മണവാളൻ മണവാട്ടിയെ വിവാഹം നിശ്ചയം ചെയ്തതിന് ശേഷം മണവാളൻ അറിഞ്ഞുകൊണ്ട് മണവാട്ടിയെ ഒരു പീഡന കാലഘട്ടത്തിലൂടെ വിടുമോ? വിടത്തില്ല. അത്രയെങ്കിലും ചിന്തിക്ക്. മഹോപദ്രവ പീഡന കാലഘട്ടത്തിലൂടെ ദൈവത്തിന്റെ വിശുദ്ധ സഭ പോകത്തില്ല. അതിനു മുമ്പ് മണവാളൻ അവരെ ചേർക്കും. പ്രത്യാശയുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അങ്ങനെ ഒരു പാലന കാലഘട്ടം വരുമ്പോ നിന്റെ ആരാധന ഇല്ലാതാകും. നിന്റെ ആരാധന ഇല്ലാതാകും. നിന്റെ ആരാധന ഇല്ലാതാക്കും. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോണം. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടും കൃപായുഗമായിട്ട് പോലും ആരാധിക്കാൻ പലപ്പോഴും കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണരുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ ആരാധനയ്ക്ക് വില കൊടുക്കാൻ ആത്മാവ് പറയുന്നു. നിന്റെ ആരാധനയ്ക്ക് വില കൊടുക്കാൻ ദൈവാത്മാവ് പറയുന്നു. നിന്റെ ആരാധനയ്ക്ക് വില കൊടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ.
ഇനി ശ്രദ്ധിച്ചു കേട്ടോ, അല്ലെങ്കിൽ 7 വർഷത്തെ ഭരണകാലഘട്ടം കഴിയുമ്പത്തേന് എടുക്കപ്പെട്ട വിശുദ്ധ സഭയുമായിട്ട് എന്റെ കർത്താവ് ഈ ഭൂമിയിൽ വരും. ശ്രദ്ധിച്ചേ, അല്ലെങ്കിൽ കൈ തൊടാത്തൊരു കല്ല് എന്ന് അവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം എന്താണെന്നറിയാവോ? കൈ തൊടാത്തൊരു കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹിതപ്രകാരം, മനുഷ്യന്റെ ഇഷ്ടപ്രകാരം, മനുഷ്യനാൽ ഹല്ലേലൂയ ഉണ്ടാകാത്ത ഹല്ലേലൂയ ഒരുവൻ, അത് വേറെ ആരുമല്ല, ക്രിസ്തുവാണ്. ആമേൻ. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കുമെന്ന് ഒരിക്കൽ ഏദൻ പൂങ്കാവനത്തിൽ എന്റെ ദൈവം അരുളി ചെയ്തപ്പോൾ, ശ്രദ്ധിച്ചേ, നമ്മളും സ്ത്രീയുടെ സന്തതിയല്ലേ? നമ്മളെയും പ്രസവിച്ചത് ഒരു സ്ത്രീയല്ലേ? പക്ഷെങ്കിൽ അല്ലെ നമ്മുടെ കാര്യം പറഞ്ഞു വരുമ്പോ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ സ്ത്രീയുടെ സന്തതിയല്ല, നമ്മുടെ സ്ത്രീയുടെയും പുരുഷന്റെ സന്തതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ സ്ത്രീയുടെയും പുരുഷന്റെ സന്തതിയാ. പക്ഷെങ്കിൽ അല്ലെ സ്ത്രീയുടെ സന്തതി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ ക്രിസ്തുവാണ്. മനുഷ്യന്റെ ഹിതപ്രകാരം, മനുഷ്യന്റെ ഇഷ്ടപ്രകാരം, മനുഷ്യന്റെ ഹല്ലേലൂയ സംയോജനപ്രകാരം ജനിക്കാത്ത ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ദാനിയേല് ഹല്ലേലൂയ പുസ്തകത്തിൽ എഴുതിയത് കൈ തൊടാതൊരു കല്ല്. മനസ്സിലാകുന്നുണ്ടോ ആ വാക്ക്? അതുകൊണ്ട് അതിനൊത്തിരി ആഴങ്ങളുണ്ട്, ഇപ്പൊ പഠിപ്പിക്കാൻ നേരമില്ല. കൈ തൊടാതെ വരുന്നൊരു കല്ല്, അത് വേറെ ആരുമല്ല, കർത്താവായ ക്രിസ്തു. ആ കല്ല് ഈ ഹല്ലേലൂയ നാട്ടിവെച്ചിരിക്കുന്ന ബിംബത്തിന്റെ അങ്ങനൊരു സമയം വരാൻ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദൈവം വരാൻ പോകും. ഒറ്റ ദൈവം, ഒറ്റ ആരാധന വരാൻ പോകും. ഒറ്റ ദൈവവും ഒറ്റ ആരാധന വരാൻ പോവാ. ലോകരാജ്യം മുഴുവൻ ഒരു ദൈവവും ഒരാരാധനയും വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നാട്ടിയിരിക്കുന്ന ബിംബം ഇതിലേക്ക് എന്ത് ചെയ്യുക? ഒരു കൈ തൊടാത്തൊരു കല്ല് വന്ന് അടിച്ചു തകർക്കുക, തകർത്ത് മാറ്റുകയാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ഏകാധിപത്യവും ജനാധിപത്യവും എല്ലാം തകർത്ത് കളഞ്ഞിട്ട് ആ കല്ല് ദൈവാധിപത്യം സ്ഥാപിക്കും. എത്ര പേർക്ക് മനസ്സിലായി? ആ കല്ല് ദൈവാധിപത്യം സ്ഥാപിക്കും. വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, ആ കല്ല് വന്ന് മഹാപർവ്വതമായതുപോലെ. ആത്മാവിൽ വിശ്വസിക്കുന്ന മക്കളെ, ദൈവത്തിന്റെ രാജ്യം കൊണ്ട് ഈ ഭൂമി നിറയുന്ന ഒരു വർഷം അല്ലെ കാലമുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതാണ് 1000 വർഷം എന്റെ ദൈവം ഭരിക്കുന്ന കാലഘട്ടം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? അങ്ങനെ ദൈവത്തിന്റെ രാജ്യത്തെ ദൈവം സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ദൈവരാജ്യം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. വിശദീകരിക്കാൻ നേരമില്ല, എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ പോകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടം വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. ഇതിന് ശേഷമാണ് രാജാവ് ഒരു ബിംബം നാട്ടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വെറും നിഴല കേട്ടോ. രാജാവ് ഒരു ബിംബം നാട്ടുക, ബിംബം അങ്ങോട്ട് നാട്ടിപ്പൊക്കിയിട്ട് എല്ലാരും ആരാധിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ എബ്രായ ബാലന്മാർ ആരാധിച്ചില്ല, ചന്ദ്രക്കും മേശക്കും അഭേദനകവും ആരാധിച്ചില്ല. അവര് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ജീവനുള്ള ദൈവത്തെ മറന്ന് ഞങ്ങൾ ആരാധിക്കത്തില്ല. അങ്ങനെ പറഞ്ഞവര് നിന്നപ്പോൾ തീയുടെ ഹല്ലേലൂയ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്. അല്ലെങ്കിൽ അവരെ തീയിലേക്ക് എന്ത് ചെയ്തു? അവരെ കെട്ടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് രാജാവ് നോക്കിയപ്പോ ഒരു കാഴ്ച കാണുക. 3 പേരെയല്ലേ നമ്മൾ ഇട്ടത്, 4 പേര് കെട്ടടിഞ്ഞ് നടക്കുന്നു. അല്ലേരി 4 പേര് കെട്ടഴിഞ്ഞ് താണ്ട് നടക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഇടുന്ന സമയത്ത് ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ, അവര് പറഞ്ഞു, ഞങ്ങൾ മറ്റൊരുവനെ ആരാധിക്കത്തില്ല, ഞങ്ങൾ മറ്റൊരുവനെ ആരാധിക്കത്തില്ല. ഞങ്ങളെ വിടുവിക്കുകയോ വിടുവിക്കാതിരിക്കുകയോ അത് ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെങ്കിൽ ഞങ്ങൾ മറ്റൊരുവനെ ആരാധിക്കത്തില്ല, മറ്റൊന്നിന്റെ മുമ്പിൽ ഞങ്ങൾ മുഴങ്കാല് മടക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ബാലന്മാരെ, ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എറിയാമെന്നവര് ഉരുകിപ്പോയി കേട്ടോ. എറിയാമെന്നവര് അവിടെ കരിഞ്ഞുപോയി കേട്ടോ. ഹല്ലേലൂയ, നിൽക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ബാലന്മാരെ തീയിലേക്കെടുത്തിട്ടപ്പോൾ ഹല്ലേലൂയ കുറച്ചു കഴിഞ്ഞ് രാജാവ് ഒന്ന് നോക്കിയപ്പോ കാണുന്ന കാഴ്ചയാ, അല്ലെ നമ്മൾ 3 പേരെയല്ലേ ഇട്ട്, ദാണ്ട് 4മതൊരുവൻ നടക്കും. രാജാവ് പറയുന്ന അടുത്ത വാക്കിങ്ങനെ: ദൈവപുത്രനോട് സാദൃശ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവപുത്രനോട്
സാദൃശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആരാധനയ്ക്ക് വില കൊടുക്കുന്ന നിനക്കെതിരെ ശത്രുവാകുന്നവൻ ഒരുക്കുന്ന ഏത് പദ്ധതിയാണെങ്കിലും ഇന്ന് പകൽക്കാലം അതിന്റെ ബലത്തെ കെടുത്താൻ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന ദിവസങ്ങൾ, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദിനങ്ങൾ വരുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയാം. എന്നോട് ദൈവം ഇങ്ങനെ പറയാ, ചിലതിന്റെ ബലത്തെ കെടുത്താൻ, ചിലതിന്റെ ബലത്തെ കെടുത്താൻ, ചിലതിന്റെ ബലത്തെ കെടുത്താൻ നിന്റെ ആരാധനയ്ക്ക് കഴിയും, നിന്റെ ആരാധനയ്ക്ക് കഴിയും. ചിലതിന്റെ ബലത്തെ കെടുത്താൻ നിന്റെ ആരാധനയ്ക്ക് കഴിയും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ളവർ ഇന്ന് ആത്മാവിൽ ഏറ്റെടുത്തു. ഹല്ലേലൂയ. നീ ആരാധിക്കുന്ന നിന്റെ ആരാധ്യനുണ്ടല്ലോ, ഇന്ന് ചില ബലത്തെ കെടുത്താൻ പോകുകയാ. നിനക്കെതിരെ നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ ശത്രുവാകുന്നവൻ കൊണ്ടുവരുന്ന ചില ബലമുണ്ടല്ലോ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആരാധനയിൽ ഇതിനകത്തും അതിന്റെ ബലത്തെ ദൈവം എടുക്കുന്നു. എത്ര പേർ തുറപ്പുണ്ട്? ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, നിന്റെ ആരാധന ഇന്ന് പകലൊന്ന് വർദ്ധിക്കണം കേട്ടോ. നിന്റെ ആരാധന ഇന്ന് പകലൊന്ന് വർദ്ധിക്കണം കേട്ടോ. നിന്റെ ആരാധനയെ തകർത്തു കളയാൻ ശത്രു നോക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവെന്നോട് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ആരാധനയിൽ തന്നെ നീ ചിലതിന്റെ ബലത്തെ കെടുത്താൻ പോവുക, ചിലതിന്റെ ബലത്തെ കെടുത്താൻ പോവുക. നീ ആരെ ആരാധിക്കുന്നു അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നീ ആരെ ആരാധിക്കുന്നു അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. നീ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന ദൈവ വൈതലാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദിവസങ്ങൾ വരുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് ദൈവശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി ആത്മാവിൽ ആരാധിക്കേണ്ടത്. നിന്റെ ആരാധന ഇല്ലാതാക്കിയാൽ, നിന്റെ ആരാധന ഇല്ലാതാക്കിയാൽ നിന്നെ ഇല്ലാതാക്കാമെന്ന് ശത്രുവിനറിയാം. എന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ ആരാധനക്കെതിരെ പോരാടുന്ന ചില പോരാട്ടത്തെ ഇന്ന് പകൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് അതിനെ ജയിക്കുന്ന പകൽ. ആരാധനക്കെതിരെ നിൽക്കുന്ന ചില ബാബിലോണിയ ശക്തികൾ, ആരാധനക്കെതിരെ നിൽക്കുന്ന ചില നെബൂഖദ്നേസറിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. ആരാധിക്കാൻ കഴിയാതെ നിന്റെ ശരീരത്തോട് പോരാടുന്ന, നിന്റെ മനസ്സിനോട് പോരാടുന്ന പൈശാചിക പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക. ഇന്ന് പകൽ ഒരാരാധന ഇതിനകത്ത് കത്തിക്കയറുന്നു, ഒരാരാധന നിന്നിലേക്ക് കത്തിപ്പടരുന്നു, ഒരാരാധന നിന്നിലേക്ക് കത്തിപ്പടരുന്നു. ആത്മാവിൽ പ്രാപിക്കുക, ആത്മാവിൽ പ്രാപിക്കുക. ആ തീ കത്തട്ടെ, ആ തീ ഇതിനകത്ത് കത്തട്ടെ. നിനക്കെതിരെ നിൽക്കുന്ന ചില തീയുടെ ബലത്തെ കെടുത്താൻ നിന്റെ അകത്തൊരു തീ കത്തട്ടെ. ഇന്ന് ചിലരോട് ആത്മാവ് പ്രവചിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി നാലാമന ചന്ദ്രക്കും മേശക്ക് അഭയമൃഗാവിന് വേണ്ടി നാലാമന ഇറങ്ങി വന്ന പോലെ ഇന്ന് ചിലർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നു.
അധികാരികൾ വരെ കൈവിട്ട നിനക്ക് വേണ്ടി, അധികാരികൾ വരെ കൈവിട്ട നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. നിനക്കു വേണ്ടി ദൈവം ഇറങ്ങാമോ? നിനക്കു വേണ്ടി ദൈവം ഇറങ്ങാമോ? നിനക്കു വേണ്ടി ദൈവം ഇറങ്ങുന്നു, നിനക്കു വേണ്ടി ദൈവം ഇറങ്ങുന്നു. നിന്റെ ആരാധന ഒന്നിക്കട്ടെ, നിന്റെ ആരാധന വളരട്ടെ, നിന്റെ ആരാധന ഉറയ്ക്കട്ടെ. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങുന്നു, 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 ഇറങ്ങുന്നു. ഞാൻ ആത്മാവിൽ കാണുക, ഞാൻ ആത്മാവിൽ കാണുക. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു. എബ്രായ ബാലന്മാർക്ക് ഇറങ്ങിയ ദൈവം ഇന്നും ജീവിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതനല്ല, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതനല്ല, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതനല്ല, നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് ദൈവമേ. നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവമത്രേ, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവമത്രേ, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവമത്രേ. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങുന്നു. ആരാധിച്ച് ദൈവമാണ്. നിന്റെ ആരാധന കത്തമേ, നിന്റെ ആരാധന കത്തമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു. നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിന് ഇടങ്ങളിലേക്ക് ദൈവം ഇറങ്ങുന്ന ആത്മാവ് പറയുന്നു. നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഇടത്തിലേക്ക് ദൈവം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സമ്മതിക്കട്ടെ, 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 സമ്മതിക്കട്ടെ.
നിനക്ക് വേണ്ടി ദൈവപുത്രൻ ഇറങ്ങുന്നു. ദൈവപുത്രൻ നിനക്ക് വേണ്ടി ഇറങ്ങും. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ദൂതനല്ല, ദൈവം. യെസ്, സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം, നീണ്ട 38 വർഷം ഒരു കുളത്തിന്റെ കരയ്ക്ക് ഒരു മനുഷ്യൻ കിടക്കും. ആരോടൊക്കെയുള്ള ദൂത കേട്ടോ, പ്രാർത്ഥിച്ചോണം ശക്തമായി. കുളത്തിന്റെ കരയ്ക്ക് കിടക്കുക. നീണ്ട 38 വർഷമാണ്. നീണ്ട 38 വർഷം ബെഥേസ്ത എന്ന കുളത്തിന്റെ കരയ്ക്ക് ആ മനുഷ്യൻ കിടക്കാൻ തുടങ്ങിയിട്ട് നീണ്ട 38 വർഷം. ദൂതനിറങ്ങും, കുളം കലക്കും. ആദ്യം ചാടി ഇറങ്ങുന്നവന്റെ വ്യാധി സൗഖ്യമാകും. 1-2 വർഷമല്ല, നീണ്ട 38 വർഷമായി കിടപ്പിൽ കിടക്കുന്ന ഈ മനുഷ്യൻ നിരങ്ങിയും ഉരുണ്ടും ഒക്കെ ചെല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് പലരും ചാടി സൗഖ്യമായി. ഇവൻ സൗഖ്യം കാണാതെ മറ്റുള്ളവരുടെ സൗഖ്യം കണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് 38 കൊല്ലമായി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ സമയത്താണ് യേശുവിന്റെ വരവ്. യേശു അവന്റെ അടുത്തേക്ക് വന്നിട്ട് യേശു ക്രിസ്തു അവന്റെ മുഖത്തേക്ക്, കിടക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോടാ? അവൻ പറഞ്ഞൊരു വാക്ക്, നീണ്ട 38 വർഷമായി സൗഖ്യത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്നവനാ ഞാൻ, എനിക്കിതുവരെ സൗഖ്യം കിട്ടിയിട്ടില്ല. നിരാശയോടെ കിടക്കുന്നവനാ ഞാൻ, വേദനയോടെ കിടക്കുന്നവനാ ഞാൻ, കണ്ണുനീരോടെ കിടക്കുന്നവനാ ഞാൻ, എനിക്കൊരു സൗഖ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റുള്ളവരൊക്കെ വിടുവിക്കപ്പെടുമ്പോ ഞാൻ വിടുവിക്കപ്പെടാതെ കിടക്കുക. ആത്മാവ് ശക്തമായി ഹൃദയങ്ങളെ നോക്കി ദൂത് പറയുക കേട്ടോ, ഞാൻ കിടക്കുക. എത്രയോ വർഷങ്ങളായി ഞാൻ കിടക്കുന്നു. എനിക്ക് സൗഖ്യമാകാനേ മനസ്സുള്ളൂ. എനിക്ക് വേറൊന്നിനും മനസ്സില്ല. എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം, ആവശ്യമാണ്. ആ മനുഷ്യൻ പറഞ്ഞു, യേശു പറയാ, എങ്കിൽ കിടക്ക എടുത്ത് നടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നീണ്ട 38 വർഷം ആ മനുഷ്യൻ കിടന്നെങ്കിലും ഹല്ലേലൂയ, അവനെ വിടുവിച്ചത് ദൂതനല്ല, അവനെ വിടുവിച്ചത് ദൂതനെ അയച്ചവനാ. അവർക്ക് മനസ്സിലായി, ആ 38 വർഷം കിടന്നവനെ വിടുവിച്ചത് ദൂതനല്ല, ദൂതനെ വരെ അയക്കാൻ അധികാരമുള്ളവനെ അവനെ വിടുവിച്ചത്. ആത്മാവ് പറയുന്നു, നിനക്ക് താമസിച്ചാൽ ഓർത്തോളൂ, ദൈവം നേരിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്നെ വിടുവിക്കാൻ പോകുന്ന ദൈവമാ, നിന്നെ വിടുവിക്കാൻ പോകുന്ന ദൈവമാ. ദൂതനല്ല, ദൈവമാ നിന്നെ വിടുവിക്കാൻ പോകുന്നത്. മറ്റുള്ളവരൊക്കെ ഭൂതം കലക്കിയപ്പോൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത് ദൂതം കലക്കിയതിന്റെ വെളിച്ചത്തിലല്ല, സാക്ഷാൽ യേശു ക്രിസ്തു അവനെ വിടുവിച്ചത്. സാക്ഷാൽ യേശു ക്രിസ്തു അവനെ വിടുവിച്ചത്. ഇന്ന് പകൽക്കാലം ആത്മാവിനോട് പറയാം, ചിലരുടെ ആരാധിക്കുന്ന, അങ്ങനാ പറയുന്നേ, ജീവിക്കുന്ന ദൈവത്തിനെ ആരാധിക്കുന്ന, ആരാധനയ്ക്ക് വില കൊടുക്കുന്ന ചിലരോട് ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ദൂതനല്ല, നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ദൂതനല്ല. ആത്മാവ് പറയുന്നു, ഞാൻ നേരിട്ടാണെന്ന്, ഞാൻ നേരിട്ടാണെന്ന്, ഞാൻ നേരിട്ടാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. നിന്റെ വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, നിന്റെ വിഷയത്തിന്റെ അകത്ത് നേരിട്ട് ദൈവം ഇറങ്ങാൻ പോകുകയാണ്. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചിലരുടെ വിഷയത്തിന്റെ അകത്ത് നേരിട്ട് ദൈവം ഇറങ്ങാൻ പോവുക. പ്രാർത്ഥിച്ചോളാം കേട്ടോ, ചിലരുടെ വിഷയത്തിന്റെ അകത്ത് ദൈവം നേരിട്ടിറങ്ങാൻ പോവുക. നേരിട്ടിറങ്ങി ദൈവം നിനക്ക് വേണ്ടി ചിലതും നടപ്പിലാക്കി തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ശക്തമായി പ്രാർത്ഥിച്ചു. നിന്റെ ആരാധന നിന്നു പോകരുത്. നിന്റെ ആരാധനയിൽ നിന്ന് പുറകോട്ട് പോകരുത്. നീ ആരാധനയിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവത്തിന്റെ ആത്മാവ്
ഇന്ന് പകൽ ശക്തമായി വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന നാള് വരുന്നു. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന നാള് വരുന്നു. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന നാള് വരുന്നു. ചന്ദ്രക്ക്, മേശക്ക്, അഭേദ്യഗോവിനെ നോക്ക്, കൈകാലികൾ കെട്ടിവെച്ചിരിക്കുക. കെട്ടിവെച്ചവൻ കെട്ടിവെക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനെ അഴിക്കാൻ ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ അഴിക്കാൻ ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കുവൈറ്റിൽ എത്രയോ പ്രിയപ്പെട്ടവരാണ് തീക്കിരയായി പോയത്. ഹല്ലേലൂയ, എത്രയോ പ്രിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ദൈവമക്കളെ, 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീക്കകത്ത ഈ എബ്രായ ബാലന്മാരെ വലിച്ചെറിഞ്ഞത്. 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീക്കകത്ത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ഹല്ലേലൂയ, അവിടെ തീയുടെ ബലത്തെ കെടുത്താൻ കഴിവുള്ള ഒരുവനുണ്ടായിരുന്നു. അവിടേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തീയുണ്ട്, പക്ഷേ ചൂടില്ല. തീയുണ്ട്, പക്ഷെ എന്തില്ല? ചൂടില്ല. പക്ഷെ ആരാധിക്കുന്നവരോട് ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തീ ഇല്ലേലും സാരമില്ല, ചൂടെങ്കിലും ഉണ്ടാവും. തീ ഇല്ലേലും സാരമില്ല, നിന്റെ അകത്തൊരു ചൂടുണ്ടാവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ തീയുടെ ബലത്തെ കെടുത്തി. അവര് ബന്ധനം അഴിഞ്ഞവരെ പോലെ തീയിലൂടെ നടന്നു. ബന്ധനം അഴിഞ്ഞവരെ പോലെ തീയുടെ നടുവിലൂടെ അവർ നടന്നു. 4-അവന്റെ രൂപം ദൈവപുത്രനോട് സദൃശ്യം. ഇന്നു പകൽ ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയാം, നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. ചിലർക്കു വേണ്ടി ദൂതനല്ല ദൈവം ഇറങ്ങാൻ പോവാ. ദൂതനെ അയക്കല്ല, ദൈവം ഇറങ്ങാൻ പോവാ. ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ഇറങ്ങാൻ പോവാ. ദൈവം ഇറങ്ങാൻ പോവാ. ദൈവം ഇറങ്ങാൻ പോവാ. എല്ലാ അർത്ഥത്തിലും നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം അവിടെ ഇറങ്ങാൻ പോവാ. ദൈവം അവിടെ ഇറങ്ങാൻ പോവാ. ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. സമയം പോകുന്നല്ല, ഞാൻ വേഗത്തിൽ വരിക. അതാ 2-ാമത്തെ പോരാട്ടം, ആരാധനക്കെതിരെയുള്ള പോരാട്ടം. 3-ാമത്തെ പോരാട്ടം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. 3-ാമത്തെ പോരാട്ടം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നതെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം. 3-ാമത്തെ പോരാട്ടം നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടം. 1-ാമത്തെ പോരാട്ടം വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടം. 2-ാമത്തെ പോരാട്ടം ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടം. 3-ാമത്തെ പോരാട്ടം നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടം. ആമേൻ. പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടം ഒരു വട്ടമല്ല, 1-ലധികം വട്ടം ദാനിയേലിന് ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കെതിരെ, മറുപടിക്കെതിരെയുള്ള പോരാട്ടം. പക്ഷെ ഒരു വിഷയം മാത്രമേ ഞാൻ എടുക്കുന്നു. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദാനിയേലിൽ എവിടെ ഒരു കുറ്റം കണ്ടുപിടിക്കാം എന്ന് ദാനിയേലിന്റെ കൂടെയുള്ളവർ അന്വേഷിച്ച് നടക്കുക. 3 പ്രധാന അധ്യക്ഷന്മാരുണ്ട്, അതിലൊരാളാ ദാനിയേൽ. ഇവർക്ക് താഴെ പ്രധാന ദേശാധിപന്മാരുണ്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദാനിയേലിന് എവിടെ ഒരു കുറ്റം കണ്ടുപിടിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ആദ്യം എടുത്തപ്പോ തന്നെ പറഞ്ഞേ, ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നു കറ തീർന്ന നീതിമാൻ ദാനിയേൽ. കറ തീർന്ന നീതിമാൻ ദാനിയേൽ. ദാനിയേലിനെ കുറിച്ച് ഒരു കുറ്റം പറയാനില്ല. കറ തീർന്ന നീതിമാൻ ദാനിയേൽ. ശ്രദ്ധിച്ചത് മക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ഇവിടെ ഇവര് കുറ്റം കണ്ടുപിടിക്കും. ഇതാരാ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന അറിയാം? കൂടെ ഉള്ളവർ. അപ്പൊ കൂടെ ഉള്ളവരെ സൂക്ഷിച്ചോണം, പ്രാർത്ഥിക്കുന്നവരെ. അയ്യോ, സ്തോത്രം എല്ലാം പോയി, സ്തോത്രം എല്ലാം പോയി. ഹല്ലേലൂയ. കൂടെ നടന്നെന്ത് ചെയ്യും? കുറ്റം. ചിലര് പിന്നെ അതിനുവേണ്ടി മാത്രം ജനിക്കപ്പെട്ടവരാ. എന്താ? ഉള്ള കുറ്റം എങ്ങനെയും തീർക്കാനല്ല നോക്കുന്നേ, എങ്ങനെയും കുറ്റം കണ്ടുപിടിക്കാനോ നോക്കും. ഹല്ലേലൂയ. ഇവർക്ക് ഓരോ ജോലിയുണ്ട്. ആ ജോലി അല്ല ഇവർക്ക് മുഖ്യം. ഇവർക്ക് മുഖ്യം എപ്പോഴും ദാനിയേലിന്റെ പുറകെ നടക്കുക. ദാനിയേൽ എന്താ ചെയ്യുന്നത്? എവിടെ ഇവൻ ഒരു കുറ്റം കണ്ടുപിടിക്കും? ഇങ്ങനെ നോക്കി എന്ത് ചെയ്യാ? നടക്കുക. ദാനിയേൽ ഉറങ്ങിയാൽ ഇവരെന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. സ്തോത്രം. ഇവര് കുറ്റം, ഇനി ഉറക്കത്തിലെങ്ങാനും ഇവൻ എന്തെങ്കിലും കുറ്റം അങ്ങനെ നോക്കിയിരിക്കുക. സ്തോത്രം. എന്താ? കുറ്റം കണ്ടുപിടിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, കുറ്റം പറച്ചിൽ നിർത്തിക്കും.
കുറ്റം പറച്ചിൽ നിർത്തിക്കോ. ഇനി നീ കുറ്റം പറയരുത്, കുറ്റം പറയരുത്. ഹല്ലേലൂയ. നിനക്ക് കുറ്റം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നിന്നിലൊരു കുറ്റം ഉണ്ടാവരുത്. കുറ്റം പറച്ചിൽ നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. കുറ്റം കണ്ടുപിടിക്കുന്നത് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ദൂത് നിങ്ങളോട് മാത്രം പറഞ്ഞു വിടുകയല്ല, പ്രസംഗിക്കുമ്പോൾ എല്ലാ ദൂതും കൂടെ ഞാനും ഏറ്റെടുക്കുക. ഞാനും ഏറ്റെടുത്തോണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ വിശ്വാസികളെല്ലാം പിടിച്ചോ ഞങ്ങൾ പാസ്റ്റർമാരിങ്ങനെ ഇരുന്നോളൂ, അതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദൂതും ഞാനും സ്വീകരിക്കുന്ന ആളാ. ഹല്ലേലൂയ. ഇവര് കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവരെന്ത് ചെയ്ത് നടന്നിട്ട് ഇവര് കുറ്റം കണ്ടുപിടിക്കുന്നുമില്ല. ഇവരുടെ ജോലി ഒട്ട് ഇവര് ചെയ്യുന്നുമില്ല. ദാനിയേൽ എല്ലാം നന്നായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് രാജാവിന് ഇഷ്ടം ദാനിയേൽ. എന്ത് കാര്യമുണ്ടെങ്കിലും രാജാവ് ഡിസ്കസ് ചെയ്യുന്ന ആരോടാ? ദാനിയേലിനോടാ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 പ്രധാന അധ്യക്ഷന്മാരിൽ 3 പേരിരിക്കുമ്പോൾ തന്നെ അതിലൊന്നുകൂടെ ഹല്ലേലൂയ പ്രയോറിറ്റി ദാനിയേലിൽ. മനസ്സിലാകുന്നുണ്ടോ? ആ സമയത്താണ് ഇവർ പല കാര്യങ്ങൾ ആലോചിച്ചു. 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസൗര്യം കൊണ്ട് വായിപ്പിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ വായിച്ചിങ്ങോട്ട് നാട്ട് വരുന്നുടനെ അവസാനം ഇവര് പറഞ്ഞു, ന്യായപ്രമാണത്തിലല്ലാതെ ഇവനെ കുറിക്കാൻ പറ്റും. ഇവൻ ന്യായപ്രമാണം വിട്ട് ഒന്നും എന്തില്ല, ചെയ്യത്തില്ല. അതുകൊണ്ട് ന്യായപ്രമാണം വിട്ട് ഇവനെ കുറിക്കാൻ പറ്റത്തില്ല. അല്ലേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവൻ പതിവ് പോലെ ചെയ്തു വരുന്നൊരു കാര്യമുണ്ട്. 3 നേരം ഇവൻ പ്രാർത്ഥിക്കും. സ്തോത്രം. 3 നേരം പ്രാർത്ഥിക്കും. എന്നൊക്കെ ബിസി ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? 3 നേരം. ഒരു രാജ്യത്തിന്റെ പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവൻ ആര്? ദാനിയേല്. എന്തോരം ചുമതലകൾ ആ മനുഷ്യന് കാണും, എന്തോരം തിരക്കുകൾ ആ മനുഷ്യന് കാണും. എന്നാലും 3 നേരം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇത് സാക്ഷ്യപ്പെടുത്തിയത് ദാനിയേലല്ല, മറ്റുള്ളവരാ. അവൻ പ്രാർത്ഥിക്കുന്നവനാ. സ്തോത്രം. ഒരു ജോലിയില്ല, എന്നാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ നേരമില്ല ചിലത്, അല്ലേ? മിണ്ടുന്നില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവനാ. എന്തോരം ചുമതലയുള്ള മനുഷ്യനാ. ആ മനുഷ്യൻ വരെ ഒരു ദിവസം 3 നേരം എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു ജോലിയില്ല. ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ ദാനിയേലിന്റെ അത്ര ഉണ്ടോ? ഇല്ല. ദാനിയേലിന് അത്രയും ജോലി ഉണ്ടോ? ദാനിയേലിന് അത്രയും ജോലി ഇല്ല. ദാനിയേലിനെക്കാളും ബിസിയാ ചിലർക്ക്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ എന്തില്ല? സമയമില്ല. എന്തെങ്കിലും വിഷയം വരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നവനെതിരെ ഒരു പോരാട്ടം. 30 ദിവസം രാജാവിനെ അല്ലാതെ മറ്റാരോടും എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കുകയോ സങ്കടം ബോധിപ്പിക്കുകയോ ചെയ്യരുത്. മേദ്യരുടെയും പേർഷ്യരുടെയും മുദ്ര വെച്ച് അതിനെ ലോക്ക് ചെയ്തു. ആ നിയമത്തെ രാജാവ് സൈൻ ചെയ്തു, സീലടിച്ചു. ക്രൈസ്തൽ 30 ദിവസത്തേക്ക് ആരും മറ്റൊരു ദൈവത്തെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ക്രൈസ്തലോ അങ്ങനെ ചെയ്ത ശിക്ഷ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് എന്ത് ചെയ്യും? കൊണ്ടിടും. ഇതാ ശിക്ഷ. സ്തോത്രം. ദാനിയേൽ ഇത് അറിയാതിരിക്കത്തില്ല, കാരണം അധ്യക്ഷന്മാരിൽ ഒരുവനല്ലേ. ദാനിയേൽ ഇത് അറിയാതിരിക്കത്തില്ല. ദാനിയേൽ ഇത് അറിഞ്ഞിട്ടും പ്രാർത്ഥിച്ചു. ഹലോ, അറിഞ്ഞിട്ടും. ഈ പ്രാർത്ഥനയ്ക്കെതിരെയാ പോരാട്ടം. മനസ്സിലായോ? ഈ പ്രാർത്ഥനയ്ക്കെതിരെയാണ് പോരാട്ടം. അറിഞ്ഞിട്ടും എന്ത് ചെയ്തു? എന്നും പതിവ് പോലെ, അങ്ങനെ എഴുതി, എന്നും പതിവ് പോലെ യെരൂശലേമിലേക്ക് കിളിവാതിൽ തുറന്നിരുന്നു. തുറന്നല്ല, തുറന്നിരുന്ന കിളിവാതിലേക്ക് നോക്കിയാ പ്രാർത്ഥിച്ച. അതിനർത്ഥം എന്നാ? ഈ വാതില് പറഞ്ഞു അടയ്ക്കാറില്ലെന്ന്. എന്താ? പ്രാർത്ഥനയുടെ വാതില് അടയ്ക്കാറില്ല. ഇതെപ്പോഴും തുറന്നു കിടക്കുക. യെരൂശലേമിലേക്ക് നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. യഹൂദന്മാരുടെ ഒരു രീതി അത്. പോട്ടെ. യെരൂശലേമിലേക്ക് നോക്കിയാ അവർ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ നഗരം, വിശുദ്ധാലയം, വിശുദ്ധ സ്ഥലം, അത് നോക്കിയാ അവർ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥനയുടെ കിളിവാതിൽ എന്നും തുറന്നിരുന്നു. അത് അടച്ചില്ല. എന്റെ ചോദ്യം, നിന്റെ പ്രാർത്ഥനയുടെ വാതിൽ അടഞ്ഞു? അത് തുറന്നിരിക്കുകയാണോ?
ചിലർ ആവശ്യാനുസരണമാ ചെയ്യുന്നത്. പ്രാർത്ഥിക്കും, അടയ്ക്കും, പ്രാർത്ഥിക്കും, അടയ്ക്കും, പിന്നെ അടുത്ത വിഷയം വരണം ഇത് തുറക്കാൻ. ചിലരെ ഒന്നും പ്രാർത്ഥനയുടെ വാതില് തുറക്കാൻ പറ്റത്തില്ല, തുരുമ്പ് പിടിച്ചിരിക്കുക. അയ്യോ, സ്വോത്രം പോയ പോക്കുണ്ട്. ചിലരെയൊക്കെ പ്രാർത്ഥനയുടെ വാതില് ഈ അടച്ചു വെച്ചിട്ട് തുറക്കാതിരുന്നിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കും, തുറക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ പോരാട്ടം ഉണ്ടെന്ന്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ പോരാട്ടമുണ്ട്. മാനസികമായും ശാരീരികമായും നിന്നെ തളർത്തി നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കാൻ ശത്രു പോരാടുന്നുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം പോരാട്ടത്തിന്റെ നടുവിൽ പ്രാർത്ഥിച്ച മനുഷ്യനാണ് ദാനിയേൽ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദാനിയേല് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട്, ഞാൻ കമ്പിവാചകം പോലെ പറയുക, ദാനിയേല് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് രാജാവിന്റെ സന്നിധിയിൽ വന്ന് ഹല്ലേലൂയ അവര് കുറ്റാരോപണം നടത്തി. മുദ്ര വെച്ചിരിക്കുന്ന മുദ്രകളെ അംഗീകരിക്കാതെ അനുസരിക്കാതെ രാജാവെ ഒരുവൻ പ്രാർത്ഥിച്ചു. രാജാവെ ആരാത്? വേറെ ആരുമല്ല, ദാനിയേൽ. ഹല്ലേലൂയ. ചുമ്മാ നടക്കുന്നവനാണ്, പോട്ടേന്ന് വെക്കാം. ഈ നേതൃത്വ നിരയിലിരിക്കുന്നവൻ, നിയമങ്ങൾ അറിയുന്നവൻ, ഈ നിയമം ഹല്ലേലൂയ സാങ്ഷൻ ആയപ്പോ കാര്യങ്ങളെല്ലാം അറിഞ്ഞവൻ, നിയമത്തെ ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ടവെന്ന് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. വേഗത്തിൽ നിർത്തുക, വലിച്ചെറിഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചത് യുവമക്കളെ, ഹല്ലേലൂയ, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ശക്തി. ആമേൻ, ആമേൻ, ആമേൻ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ പ്രതികൂലം, ഇപ്പൊ നീ അനുഭവിക്കുന്ന പ്രതികൂലത്തെ ജയിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയത്തുള്ള ആത്മാവ് വിളിച്ചു പറയുക. ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതികൂലത്തെ ജയിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയത്തുള്ളൂ. എന്നാൽ ആ പ്രാർത്ഥന ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ ചില പോരാട്ടങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ, വിട്ടുമാറട്ടെ. മനസ്സിനെ മടിപ്പിച്ച്, ശരീരത്തെ മടിപ്പിച്ച് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പോരാട്ടത്തിന് ഇന്ന് മകൻ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ജയമെടുക്കുക. ആമേൻ. പ്രാർത്ഥിക്കുന്നവന്റെ ഗുണം കണ്ടോ? ഒരക്ഷരം മിണ്ടിയില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ഒരു ഗുണമാ, ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടിയോ? ഇല്ല, ഒരക്ഷരം മിണ്ടിയില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ഗുണം ഇത്. പ്രാർത്ഥിക്കുകയും ചെയ്യും, വായി തോന്നില്ല, പറയുകയും ചെയ്യും. അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. മിണ്ടാതിരുന്ന ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളുക. ക്രൈസ്തലോട് പ്രാർത്ഥിക്കുന്നവന്റെ ഗുണം കണ്ട് ഒന്നും മിണ്ടിയില്ല. നിയമത്തിന് കീഴടങ്ങി. അതിനു മുമ്പ് ദൈവത്തിന് കീഴടങ്ങി. നിയമത്തിന് കീഴടങ്ങി സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഈ ഭാഗം ഞാൻ എപ്പോ പ്രസംഗിച്ചാലും ഞാൻ അത് പറയാതെ പോകത്തില്ല. എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ദാനിയേലിനെതിരെ അവർ മുദ്ര വെച്ചപ്പോൾ, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ അവര് മുദ്ര വെച്ചപ്പോൾ സിംഹത്തിന്റെ പല്ലിന് ദൈവം മുദ്ര വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ അല്ലെങ്കിൽ അവര് മുദ്ര വെച്ചപ്പോൾ സിംഹത്തിന്റെ പല്ലിന് ദൈവം മുദ്ര വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ. പിറ്റേ ദിവസം രാജാവ് സിംഹത്തിന്റെ ഗുഹയിൽ വന്ന ഒരു ചോദ്യമാ, ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നോ? നീ വിടുവിക്കപ്പെട്ടോ? രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്നലെ സിംഹത്തിന്റെ നടുവിൽ, ഗുഹയുടെ നടുവിൽ ഇറങ്ങി വന്നു. എത്ര പേര് ആമേൻ പറയും? പ്രിയമുള്ളവരെ, എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. നിന്റെ ആരാധനയുടെ നടുവിൽ മാത്രമല്ല, നിന്റെ പ്രാർത്ഥനയുടെ നടുവിലും ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഹല്ലേലൂയ, നിന്നെ തകർത്തു കളയാൻ നോക്കുന്ന ശക്തിക്കെതിരെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയെന്ന ആയുധത്തെ നീ ചെന്നത് ജയിക്കണം കേട്ടോ. പ്രാർത്ഥനയെന്ന ആയുധത്തെ നീ ചെന്നത് ജയിക്കണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലരുടെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ദൈവം പകരുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോണം കേട്ടോ, പ്രാർത്ഥിച്ചോണം. ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം
ചിലരുടെ മേൽ ആത്മാവ് കൈമാറുകയാ. ഇന്ന് പകലിൽ ദൈവാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. ചിലരുടെ പ്രാർത്ഥനാ ലെവല് മാറാൻ പോവുക, ചിലരുടെ പ്രാർത്ഥനാ രീതി മാറാൻ പോവുക, ചിലരുടെ പ്രാർത്ഥനയിലെ സ്വഭാവം മാറാൻ പോവുക, ചിലരുടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ മാറാൻ പോവുക. ആത്മാവിനോട് അങ്ങനെ പറയുന്നു. ഇന്ന് പകൽക്കാലം സ്വീകരിക്ക. ഹല്ലേലൂയ. നിനക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എന്ന് വന്നാലും മുഴങ്കാലം അടക്കി നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതിന്റെ റിസൾട്ടുമായിട്ട് നീ എഴുന്നേൽക്കുന്ന ഒരു കാലം നിനക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിനക്കതില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയാ, ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവം നിന്നെ മടക്കി വരുത്തുക. ആ പ്രാർത്ഥനാ ലൈഫിലേക്ക് ദൈവം നിന്നെ മടക്കി വരുത്തുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കാൻ കഴിയാത്തൊരു കാലം നിനക്കുണ്ടായിരുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു പൈശാചിക മേഖലകൾക്കും നിൽക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതെവിടെ പോയി? ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം അത് പകരുകയാണ്. പ്രാപിക്കാൻ താല്പര്യമുള്ളവർ, ആഗ്രഹമുള്ളവർ ഇന്ന് പകൽ പ്രാപിച്ചെടുത്തു. നിന്റെ പ്രാർത്ഥനയുടെ അഭിഷേകം നിന്റെ മേലൊന്ന് വളരട്ടെ. പ്രാർത്ഥനയുടെ അഭിഷേകം നിന്റെ മേലൊന്ന് വളരട്ടെ. നീ കണ്ണടച്ചാൽ, നീ അന്യഭാഷ പറഞ്ഞാൽ, നീ സ്തോത്രം ചെയ്താൽ ശത്രു വിറയ്ക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിശാച് ഓടി മറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പോരാടി 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 അതിനെ ഇല്ലാതാക്കുന്നു. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം അതിനെ അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പൈശാചികന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയെ അടിയട്ടെ. ദാനിയേലിനെ പോലെ ഒരു പ്രാർത്ഥനയുടെ കൃപ നിന്റെ മേൽ ദൈവം അയക്കുക. ആത്മാവി പ്രാപിക്ക, ആത്മാവി പ്രാപിക്ക, ആത്മാവി പ്രാപിക്ക. നിന്റെ പ്രാർത്ഥനയുടെ വില എന്താണെന്ന് ദൈവം തെളിയിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നവനാണെന്ന്, നീ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ദൈവം തെളിയിക്കട്ടെ. ദൈവം തെളിയിക്കട്ടെ. ദൈവം തെളിയിക്കട്ടെ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദൈവം തെളിയിച്ചതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ വില എന്താണെന്ന് ദൈവം തെളിയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്ക, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്ക. ആ പ്രാർത്ഥന മടങ്ങുക, ആ പ്രാർത്ഥന മടങ്ങുക, ആ പ്രാർത്ഥനാ ജീവിതം മടങ്ങുക, ആ പ്രാർത്ഥനാ ജീവിതം മടങ്ങുക, ആ പ്രാർത്ഥനാ ജീവിതം മടങ്ങുക. ഓ രാധാരമസി യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പ്രാർത്ഥന എന്താണെന്ന് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് നടുവിധയം വെളിപ്പെടുത്തി അല്ലെ? പ്രാർത്ഥനയ്ക്കെതിരെ ബന്ധിച്ചപ്പോ ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കാൻ, ദാനിയേലിന് ഒരു കുറ്റം കണ്ടെത്താൻ അവർ പരിശ്രമിച്ച് ദാനിയേലിനെതിരെ അവർ കൊണ്ടുവന്ന ആയുധം പ്രാർത്ഥന. എങ്ങനെങ്കിലും സ്തോത്രം, ആമേൻ. അവര് വെച്ചിരിക്കുന്ന ഉടമ്പടി തെറ്റിച്ച്, ദൈവത്തോടുള്ള ഉടമ്പടി അനുസരിച്ച് ദാനിയേൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയുടെ മറുപടി സിംഹത്തിന്റെ ഗുഹയുടെ നടുവിൽ വിടും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു? എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥനാ മുറി വന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥനാ മുറി വന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി ദാനിയേലിനെ അറസ്റ്റ് ചെയ്തപ്പോ വന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി സിംഹത്തിന്റെ ഗുഹയുടെ ക്രൈസ്തലോട് അടച്ചു വെച്ചിരിക്കുന്ന ആ ഡോറുണ്ടല്ലോ, അടപ്പുണ്ടല്ലോ, വൃത്തത്തിൽ താഴോട്ടായിടുന്നേ, മേളിൽ നിന്ന് താഴോട്ടായിടുന്നേ, അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവോടെ വന്നില്ല. ദാനിയേലിനെ ഇട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇവര് പോയി. ക്രൈസ്തലോട് ഹല്ലേലൂയ. ദാനിയേലിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക ആര്? സിംഹം.
ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക. എന്നാൽ ദാനിയേൽ വീഴുന്ന സമയത്ത് ദൈവം ഇറങ്ങി. എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥനയുടെ മറുപടി എവിടെ വെളിപ്പെട്ടെന്നറിയാമോ? ദാനിയേലിനെ അവര് കൈവിട്ടപ്പോൾ ദൈവം ദാനിയേലിന് വേണ്ടി ഇറങ്ങി. ദാനിയേലിനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റുമെങ്കിൽ കണ്ടു. ദാനിയേലിനെ അവർ അറസ്റ്റ് ചെയ്തു, ദാനിയേലിനെ അവർ പിടിച്ചു, ദാനിയേലിനെ അവരെടുത്തു. ദാനിയേലിനെ ആ ഗുഹയുടെ വാതിൽ തുറന്നിട്ട് ദാനിയേലിനെ അവര് കൈവിട്ടപ്പോൾ, എപ്പോ ദാനിയേലിനെ അവര് കൈവിട്ടോ അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന അവിടെ ഇറങ്ങി. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവം ഇറങ്ങി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, കൈവിടാനുള്ളവരെല്ലാം നിന്നെ കൈവിട്ട് കഴിയുമ്പോൾ ദൈവം ഇറങ്ങുന്നേ. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എവിടെ ഇറങ്ങുന്നെന്ന് അറിയാമോ? നിന്നെ കൈവിടാനുള്ളവരെല്ലാം കൈവിട്ട് നീ ഒറ്റയ്ക്കാകുന്ന സമയത്ത് അവിടെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി അവിടെയാണ് വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവരാത്മാവിലേക്കെടുത്തു. എല്ലാവരും കൈവിട്ട് നീ ഒറ്റപ്പെടുന്ന സമയത്താണ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. എല്ലാരും കൈവിട്ടു. ദാനിയേലിനെ വിടുവിക്കാൻ ആരുമില്ല. ആ സമയത്ത് അവര് കൈവിട്ടപ്പോ ദാനിയേലിന് വേണ്ടി ദൈവം പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ പ്രാർത്ഥിച്ചാ ജയിച്ചത്. പ്രാർത്ഥിച്ചു. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ പ്രാർത്ഥിച്ചു ജയിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. 3 വിധ പോരാട്ടങ്ങളെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് തന്നു. ഇന്ന് ഈ 3 പോരാട്ടങ്ങളെ നമ്മൾ ആത്മാവിൽ ജയിക്കുകയാണ്. 1, നിന്റെ വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടം. 2, നിന്റെ ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടം. 3, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടം. നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാ കണ്ണുകളും അടച്ചാൽ, എല്ലാ കണ്ണുകളും അടച്ചാൽ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്താൽ, എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്താൽ, എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്താൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാൽ, എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാൽ. ദൈവമേ, നിന്റെ സന്നിധി ഞാൻ സമർപ്പിക്കും. എന്റെ വിശുദ്ധിക്കെതിരെ നിൽക്കുന്ന പോരാട്ടം കണ്ടുണർന്ന് ജയിക്കാനുള്ള കൃപ തരണം. എന്റെ ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആത്മാവിൽ ആരാധിച്ച് ജയിക്കാൻ കൃപ തരണം. എന്റെ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ പ്രാർത്ഥിച്ച് ജയിക്കാനുള്ള കൃപ തരണേ. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. എന്റെ വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടത്തെ അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ച് ജയിക്കാൻ എന്നെ സഹായിക്കണം. എന്റെ ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ ആരാധിച്ച് ജയിക്കാൻ എന്നെ സഹായിക്കണേ. എന്റെ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ പ്രാർത്ഥിച്ച് ജയിക്കാൻ എന്നെ സഹായിക്കണേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ചിലരോട് ആത്മാവിന്റെ ദൂത് പറയാനുണ്ട്. ചില ദൂതുകളെയും എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഞാനിത് ഇപ്പൊ പറയുന്നില്ല. ഈ പ്രാർത്ഥന ക്ലോസ് ചെയ്തതിന് ശേഷം ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ എല്ലാ കണ്ണുകളും അടച്ചാൽ, എല്ലാ ഹൃദയങ്ങളും സമർപ്പിച്ചാൽ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വാത്സല്യ പിതാവ് പ്രാർത്ഥിച്ചാൽ. ത്രിവിധമായ പോരാട്ടം, ത്രിവിധമായ പോരാട്ടം, ത്രിവിധമായ പോരാട്ടത്തെ ഇന്നു പകൽ ദൈവജനത്തിൽ നിന്ന് ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെ ജയിക്കുക. ശകല മനക ഹുടര ജഗന
Hallelujah, hallelujah. Praise the Lord. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാ, പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കാവൽ നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളിലും ദൂരത്തും ചാരത്തും ഇരിക്കുന്ന സകല ദൈവമക്കളുടെ മേലും, നമ്മൾ ഇന്ന് ജയമെടുത്ത 3 പോരാട്ടങ്ങളുടെ മേലും, സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.